മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഈ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിച്ച് അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. അവയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെഗറ്റീവ് പ്രവൃത്തികൾക്ക് ഉദാഹരണങ്ങളേവ. അതായത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഇതാണ്: ചരിവ് തലത്തിലൂടെ ഒരു വസ്തു താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ കർഷണബലം ചെയ്യുന്ന പ്രവൃത്തി. അതുപോലെ രണ്ടാമത്തത്, 1 ടൺ ഭാരമുള്ള റോളറാണ് കേട്ടോ, ഗോളറല്ല റോളറാണ്, നിരപ്പായ റോഡിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി. മൂന്നാമത്താണ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് ചലനദിശയിൽ പ്രയോഗിക്കുന്ന ബലം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇതിന് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് എന്താണ് പ്രവൃത്തി എന്നറിഞ്ഞിരിക്കണം. എന്താണ് പ്രവൃത്തി എന്ന് പറയുന്നത്? അതായത് ഏതെങ്കിലും ഒരു വസ്തു, പറഞ്ഞാൽ മനസ്സിലായോ, ആ വസ്തുവിലേക്ക് നിങ്ങളൊരു ബലം പ്രയോഗിക്കുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ വസ്തുവിന് എന്ത് സംഭവിക്കണം? ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് നിങ്ങളൊരു വസ്തുവിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ വസ്തുവിന് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് സ്ഥാനാന്തരം സംഭവിക്കുന്നു എങ്കിൽ അവിടെ എന്ത് നടന്നു എന്ന് പറയാം? പ്രവൃത്തി നടന്നു എന്ന് പറയാം. പറഞ്ഞാൽ മനസ്സിലായോ? അതാണ്, ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ അല്ലെങ്കിൽ ആ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ അവിടെ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. പറഞ്ഞാൽ മനസ്സിലായല്ലോ? പ്രവൃത്തി കാണാനുള്ള ഇക്വേഷനാണ് ആരെന്ന് പറയുന്നത്? ബലം ഗുണം സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അതായത് പ്രവൃത്തി ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ നോക്കിയേ, പ്രവൃത്തി ഈക്വൽ ടു ബലം ഗുണം സ്ഥാനാന്തരം. അപ്പോൾ അതിൽ നിന്ന് തന്നെ യൂണിറ്റ് എഴുതിക്കൂടെ? ബലത്തിന്റെ യൂണിറ്റ് എന്താ? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ന്യൂട്ടൺ ഗുണം മീറ്റർ, സോ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാം. അതുകൂടാതെ മറ്റൊരു യൂണിറ്റ് ആണ് ആരെന്ന് പറയുന്നത്? ജൂൾ എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പോൾ 2 യൂണിറ്റുകൾ പഠിക്കുക. പ്രവൃത്തിക്ക് ന്യൂട്ടൺ മീറ്റർ, അതുപോലെ തന്നെ എന്താണ്? ജൂള് എന്ന യൂണിറ്റ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഒരു +1 ക്ലാസ്സുകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ വർക്ക് എനർജി എന്ന് പറയുന്നൊരു പാഠമുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വർക്കിനെ പഠിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് കാണുന്നത് എങ്ങനെയാണ്? ഫോഴ്സ്, ബലം ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റിയാ? സദിശ അളവും അദിശ അളവും നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? എന്താ സദിശ അളവ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ക്വാണ്ടിറ്റി, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയോടൊപ്പം അല്ലെങ്കിൽ ഒരു അളവിനോടൊപ്പം എന്തു പറയുന്നു? ദിശയും മാഗ്നിറ്റ്യൂഡ് അല്ലേ, അതിൻ്റെ പരിമാണവും ദിശയും ഉണ്ടെങ്കിൽ അതിനെ സദിശ അളവ് എന്ന് പറയുന്നു അല്ലേ? ഇവിടെ നോക്കിയേ, ഫോഴ്സ്, ബലം എന്ന് പറയുന്ന അളവ് എന്തളവാ? സദിശ അളവാണ്. ക്ലിയർ ആണല്ലോ? സ്ഥാനാന്തരം എന്താ? സ്ഥാനാന്തരവും സദിശ അളവാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ബലം സദിശ അളവാണ്, സ്ഥാനാന്തരം സദിശ അളവാണ്. അപ്പോൾ സദിശ അളവുകളായ ബലവും സ്ഥാനാന്തരവും കൂടി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് പ്രവൃത്തിയാണ്. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റിയാണ്? അദിശ അളവ. പ്രവൃത്തിക്ക് എന്തില്ല? പ്രവൃത്തിക്ക് എന്തില്ല? ദിശയില്ല. പ്രവൃത്തി ഒരു അദിശ അളവാണ് അല്ലേ? അപ്പോൾ ഈ സദിശ അളവുകളെ തമ്മിൽ ഗുണിച്ച് നിങ്ങൾക്ക് അദിശമാണ് കിട്ടുന്നതെങ്കിൽ ആ പ്രോസസ്സിനെ നിങ്ങളൊരു പേര് വിളിക്കും അല്ലേ? ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അദിശ ഗുണനം എന്ന് വിളിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അദിശ ഗുണനം എന്നാണ് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിനെ നിങ്ങൾ സ്കെയിലാർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വിളിക്കും. സ്കെയിലാർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വിളിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് എഴുതാം W = F.S എന്ന് എഴുതാം. വേണമെങ്കിൽ W = Fs cos θ എന്ന് എഴുതാം. പറഞ്ഞാൽ മനസ്സിലായോ? W = Fs cos θ. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ ഏതാ? W = F × S എന്ന് പറയുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇക്വേഷനും ഉണ്ട്, +1 പഠിക്കുന്ന W = Fs cos θ ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എഫ്, എസ് എന്താ? സ്ഥാനാന്തരം. അപ്പോൾ ബലത്തിൻ്റെയും സ്ഥാനാന്തരത്തും രണ്ടും എന്തളവുകളാണ്? സദിശ അളവുകളാണ്. അപ്പോൾ ഈ അളവുകൾ തമ്മിൽ ദിശയുണ്ടല്ലോ, ഈ അളവുകളുടെ ദിശ, ആ ദിശകൾ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആരെന്ന് പറയുന്നത്? തീറ്റ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. സോ രണ്ടും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. പറഞ്ഞാൽ മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ വർക്കിൻ്റെ 2 ഇക്വേഷൻസ് പഠിച്ചു അല്ലേ? പ്രവൃത്തി ഈക്വൽ ടു ബലം ഗുണം സ്ഥാനാന്തരം മനസ്സിലാക്കി. പിന്നെ എന്താ? W = Fs cos θ നിങ്ങൾ മനസ്സിലാക്കി. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ പ്രവൃത്തിയെ
അല്ലേ? പ്രവൃത്തിയെ നിങ്ങൾക്ക് എങ്ങനെ തരംതിരിക്കാം? പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ അതായത് 0 പ്രവൃത്തി എന്നിങ്ങനെ 3 ആയി തരംതിരിക്കാം. പറഞ്ഞ മനസ്സിലായോ? പ്രവൃത്തിയെ എത്ര ആയിട്ട് തരംതിരിച്ചു? പോസിറ്റീവ്, നെഗറ്റീവ്, അതുപോലെ തന്നെ ആരാണ് 0 പ്രവൃത്തി എന്നിങ്ങനെ 3 ആയിട്ട് തരംതിരിച്ചു. പ്രശ്നമൊന്നുമില്ലല്ലോ. യെസ്, ഫസ്റ്റ് എന്താണ് പോസിറ്റീവ് പ്രവൃത്തി എന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ബലം പ്രവൃത്തി ഈക്വൽ ടു ബലം ഗുണം സ്ഥാനാന്തരം, അതുപോലെ തന്നെ W ഈക്വൽ ടു FS കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ. ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. W ഈക്വൽ ടു FS കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അത് നമുക്ക് അറിയാമെങ്കിൽ മാത്രം, അതായത് W ഈക്വൽ ടു FS കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി, അതുപോലെ തന്നെ 0 പ്രവൃത്തി എന്നിവ എന്താണെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് പോസിറ്റീവ് പ്രവൃത്തി. എന്താണ് പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചോളൂ. അതായത് ബലം പ്രയോഗിച്ച ദിശയും വസ്തുവിനുണ്ടായ സ്ഥാനാന്തരവും ഒരേ ദിശയിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നു. പറഞ്ഞ മനസ്സിലായോ? അതായത് ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുന്നു, ഡിസ്പ്ലേസ്മെന്റും ആ ഡയറക്ഷൻ തന്നെയാ, അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആ പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? ബലം പ്രയോഗിച്ച ദിശയും വസ്തുവിനുണ്ടായ സ്ഥാനാന്തരവും ഒരേ ദിശയിലാണെങ്കിൽ അതിനെ പോസിറ്റീവ് പ്രവൃത്തി. നമുക്ക് നോക്കാം. അതാണ്ട് ബലം പ്രയോഗിച്ച ദിശ, വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം, ഇത് F, ഇത് S. പ്രശ്നമൊന്നുമില്ലല്ലോ. നോക്കൂ, W ഈക്വൽ ടു FS കോസ് തീറ്റ ആണെന്ന് നിങ്ങൾക്കറിയാം, വർക്കിൻ്റെ ഇക്വേഷൻ. സോ എഴുതാം FS കോസ്. സെയിം ഡയറക്ഷൻ ആണ്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ആംഗിൾ എത്ര അടി? നോക്കിയേ, ഇത് 0, ഇത് എത്രയാ? 90, 180, 270, ഇത് 360. ഓക്കെ, അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ കോസ് 0 വരും. കോസ് 0യുടെ വാല്യൂ എത്രയാ? 1. അപ്പോൾ എന്ത് കിട്ടും? FS ഇൻറ്റു 1. സോ W ഈക്വൽ ടു എന്തെന്ന് കിട്ടി? FS. ക്ലിയർ ആയ? ഫോഴ്സ് ഇൻറ്റു സ്ഥാനാന്തരം. യെസ്, അതാണ് ഇത് പോസിറ്റീവ് വർക്ക് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ പോസിറ്റീവ് വർക്ക് കാണാൻ എന്താ? W ഈക്വൽ ടു FS എന്ന് എഴുതിയാൽ മതി. പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം എന്താ? പോസിറ്റീവ് വർക്കിന്റെ ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയറക്ഷൻ സെയിം ആണ്. ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് എന്താണ്? യെസ്, ആംഗിൾ 0 ആണ്, തീറ്റ അല്ലേ, കോൺ 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം? W ഈക്വൽ ടു FS കോസ് 0 എന്ന് എഴുതാം. കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ W ഈക്വൽ ടു FS എന്ന് എഴുതാം. അപ്പോൾ പോസിറ്റീവ് വർക്ക് എന്താണെന്ന് ക്ലിയർ ആയല്ലോ? എന്താണ് പോസിറ്റീവ് വർക്ക്? ബലം പ്രയോഗിച്ച ദിശയും വസ്തുവിനുണ്ടായ സ്ഥാനാന്തരവും ഒരേ ദിശയിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആ പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തതാണ് നെഗറ്റീവ് പ്രവൃത്തി. എന്താ നെഗറ്റീവ് പ്രവൃത്തി? ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും എങ്ങനെയാ? പരസ്പരം ഒപ്പോസിറ്റ് ആണ് അല്ലേ? ഇവിടെ നോക്കിയേ, ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും പരസ്പരം ഒപ്പോസിറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയും. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ബലം പ്രയോഗിക്കുന്ന ദിശയും വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരവും വിപരീതമാണെങ്കിൽ, ഒപ്പോസിറ്റ് ആണെങ്കിൽ, വിപരീതം അല്ലെ, വിപരീതമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആ നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, നമുക്ക് നെഗറ്റീവ് പ്രവൃത്തിയും കൂടെ നോക്കാം. നോക്കൂ, W ഈക്വൽ ടു എന്താ? FS കോസ് തീറ്റ. ഓക്കെ, W ഈക്വൽ ടു FS കോസ്. പരസ്പരം വിപരീതമാണെങ്കിൽ ആംഗിൾ എത്രയാണ്? പരസ്പരം ഇത് 0, ഇതെത്രയാ? 90, ഇതെത്രയാ? 180, ഇത് 270. നിങ്ങൾ നോക്കിയേ, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, പരസ്പരം എന്താ? ഒപ്പോസിറ്റ്. അപ്പൊ ആംഗിൾ ഇത്രയും വരില്ലേ? ആംഗിൾ ഇത്രയും വരുമ്പോ എത്ര? യെസ്, 180 ആണ് അല്ലെ? കോസ് 180 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? W ഈക്വൽ ടു FS. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് 180? -1. കോസ് 180യുടെ വാല്യൂ -1 ആണ്. അപ്പൊ എന്ത് കിട്ടും? W ഈക്വൽ ടു -FS എന്ന് കിട്ടും. അപ്പോൾ നെഗറ്റീവ് വർക്ക് എങ്ങനെ എഴുതാം? W ഈക്വൽ ടു -FS എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ. W ഈക്വൽ ടു -FS. സോ നെഗറ്റീവ് സൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? അതൊരു നെഗറ്റീവ് വർക്കാണെന്ന്. നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയറക്ഷൻസ് എന്താണ്? പരസ്പരം ഒപ്പോസിറ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത വർക്കാണ് ആരെന്ന് പറയുന്നത്? 0 പ്രവൃത്തി. 0 പ്രവൃത്തി പരീക്ഷയ്ക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. 0 പ്രവൃത്തി നമുക്ക് നോക്കാം. അതായത് പ്രിലിമിനറി ആദ്യം വന്ന സമയത്ത്
LDC LGS പരീക്ഷയൊക്കെ നടന്നില്ലേ, ആ ഒരു സമയത്ത് പൂജ്യം പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പൂജ്യം പ്രവൃത്തി. ബലം പ്രയോഗിച്ച ദിശയും വസ്തുവിനുണ്ടായ സ്ഥാനാന്തരവും പരസ്പരം ലംബമാണെങ്കിൽ, ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്, നമ്മളൊരു ഒരു കെട്ട് പുസ്തകം തലയിൽ വെച്ചു അല്ലേ, ഫോഴ്സ് കൊടുക്കുന്നത് മുകളിലോട്ടാണ്, നിരപ്പായ തറയിലൂടെ ഇങ്ങനെ നടക്കുന്നു, പറഞ്ഞ മനസ്സിലായോ? അതെന്തിന് എക്സാമ്പിളാ? അത് പൂജ്യം പ്രവർത്തിക്ക് എക്സാമ്പിളാണ് അല്ലേ, പൂജ്യം പ്രവർത്തിക്ക് അതൊരു നല്ല എക്സാമ്പിളാ. അപ്പൊ നോക്കിയേ, ബലം പ്രയോഗിക്കുന്ന ദിശയും വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരവും പരസ്പരം ലംബമാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പൂജ്യം പ്രവർത്തി എന്ന് വിളിക്കാം. അതാണ്ട് നോക്കിയേ, ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഓക്കെ, നമുക്ക് വർക്ക് കണ്ടുപിടിക്കാം. W = Fs cos θ. Fs cos തീറ്റയുടെ വാല്യൂ എന്താ? പരസ്പരം ലംബമാണെങ്കിൽ ആംഗിൾ 90 ആ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എന്ത് എഴുതാം? Fs × cos 90 എന്ന് പറഞ്ഞാൽ 0 അല്ലേ, സോ W എന്താ? 0. അപ്പൊ മനസ്സിലാക്കുക, പൂജ്യം പ്രവർത്തിയിൽ വർക്ക് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, ഒരു കിലോഗ്രാം അല്ലെങ്കിൽ 10 കിലോഗ്രാം ഭാരമുള്ള പുസ്തക ചുമടുമായി നിരപ്പായ തറയിലൂടെ 1 മീറ്റർ ഒരു കുട്ടി നടന്നു എങ്കിൽ ആ കുട്ടി ചെയ്ത പ്രവൃത്തിയുടെ അളവ് എത്ര എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആൻസർ ഈസ് 0. എന്തുകൊണ്ട്? അതായത് അവൻ ഫോഴ്സ് കൊടുത്തത് മുകളിലോട്ടാ, അവനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണ്, നിരപ്പായിട്ടാണ് ഉണ്ടായതല്ലേ. അതായത് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയറക്ഷൻസ് പരസ്പരം എങ്ങനെയാ? ലംബമാണ്. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാൻ നിൽക്കേണ്ട, ആൻസർ ഈസ് എന്തായിരിക്കും? 0 ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോ എന്താ? ഫോഴ്സ് പ്രയോഗിച്ച ദിശയും വസ്തുവിനുണ്ടായ സ്ഥാനാന്തരവും പരസ്പരം ലംബമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? സീറോ പ്രവൃത്തി അല്ലെങ്കിൽ പൂജ്യം വർക്ക് എന്ന് പറയുന്നു. പൂജ്യം വർക്കിൽ W ഈസ് ആൾവേസ് എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആ ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ എന്താണ് നെഗറ്റീവ് പ്രവർത്തികൾക്ക് ഉദാഹരണമേവ? ഇവിടെ നോക്കൂ, ചരിവ് തലത്തിലൂടെ ഒരു വസ്തു താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ കർശന ബലം ചെയ്ത പ്രവൃത്തി. ചരിവ് തലത്തിലൂടെ താഴേക്ക് നീങ്ങുന്നു അല്ലെ, ഇങ്ങനെ ചരിഞ്ഞ് നീങ്ങുന്നു. കർശന ബലം എങ്ങോട്ടായിരിക്കും? ഒരു വസ്തുവിന് ചലനം സംഭവിക്കുന്ന ദിശയ്ക്ക് ഒപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായോ? ചലനത്തിന് ഒപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോ ഈ ഫ്രിക്ഷനും ആ വസ്തുവിനുണ്ടാകുന്ന മോഷൻ, അതായത് കർശന ബലവും ആ വസ്തുവിനുണ്ടാകുന്ന ചലനവും തമ്മിൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് പ്രവൃത്തിയായിരിക്കും. കാരണം ഒരു വസ്തു എങ്ങോട്ടാണോ ചലിക്കുന്നതിന് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്? ആ കർശന ബലം ആക്ട് ചെയ്യുന്നത്. സോ ഇത് നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണമാണ് ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ എന്താ? 1 ടൺ ഭാരമുള്ള റോളർ നിരപ്പായ റോഡിലൂടെ വലിച്ചുകൊണ്ടു പോകുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി. നോക്കിയിടേ, റോളറാണല്ലേ, റോളർ താണ്ട് ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പറഞ്ഞ മനസ്സിലായ? ഇങ്ങനായിട്ട് ഡിസ്പ്ലേസ്മെന്റ്. ഗുരുത്വാകർഷണ ബലം എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ പരസ്പരം ലംബമല്ലേ? പരസ്പരം ലംബമായതുകൊണ്ട് അത് എന്ത് പ്രവൃത്തിയാ? പൂജ്യം വർക്കാ. നെഗറ്റീവ് ആണോ? അല്ല, അതെന്താണ്? പൂജ്യം പ്രവൃത്തി. മൂന്നാമത്തത് എന്താ? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ചലനദിശയിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ്. അതായത് ഞാൻ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ പുറകിൽ വന്ന് ആ ചലനദിശ മുന്നോട്ട് തന്നെ ഫോഴ്സ് കൊടുക്കുന്നു. രണ്ടിന്റെയും ഡയറക്ഷൻ സെയിം അല്ലേ? രണ്ടിന്റെയും ദിശ സെയിം അല്ലേ? രണ്ടിന്റെയും ദിശ സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? പോസിറ്റീവ് വർക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് പ്രവൃത്തി എന്നാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാടേ? ഒന്ന് മാത്രം ശരി. അതാണ് ആൻസർ അല്ലേ? ഒന്ന് മാത്രം. അപ്പൊ ഇത് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. 1 നെഗറ്റീവ് വർക്ക്, 2 പൂജ്യം പ്രവൃത്തി, 3 എന്താ? പോസിറ്റീവ് പ്രവൃത്തി. അപ്പോ എന്തൊക്കെയാ പ്രവർത്തികൾ എന്നുള്ളത് ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ്, പൂജ്യം പ്രവൃത്തി, ഇത് ഇത്രയും നോക്കായി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണല്ലേ. 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തോടെ ഒരു വസ്തു മുകളിലേക്ക് വിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ മുകളിലേക്ക് എറിയുന്നു. വസ്തു സഞ്ചരിച്ച പരമാവധി ഉയരം കണക്കാക്കുക. ജിയുടെ വാല്യൂ 10 മീറ്റർ/സെക്കൻഡ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 10 മീറ്റർ/സെക്കൻഡ് ആയിട്ട് ജിയുടെ മൂല്യം എടുക്കാൻ പറയുന്നുണ്ട് അല്ലേ.
20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ ഒരു വസ്തു മുകളിലേക്ക് വിക്ഷേപിക്കുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ വസ്തു സഞ്ചരിച്ച എന്ത് കണ്ടെത്തണം? യെസ്, പരമാവധി ദൂരം കണ്ടെത്തണം. വസ്തു സഞ്ചരിച്ച പരമാവധി ഉയരം കണക്കാക്കണം. എന്താണ്ട് നോക്കൂ, നിങ്ങൾ ആദ്യം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ചലന സമവാക്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് 9ാം ക്ലാസ്സിലെ നമുക്ക് രണ്ടാമത്തെ പാഠം ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ 3 കൈനമാറ്റിക് ഇക്വേഷൻസ്, 3 ചലന നിയമങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഒന്നാമത്തെ ചലന നിയമമാണ് v = u + at. രണ്ടാമത്തെ s = ut + ½ at². മൂന്നാമത്തേത് v² = u² + 2as. ഇവിടെ നോക്കൂ, v എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം തന്നെ ഇക്വേഷന്റെ ടേംസ് എന്താണെന്ന് മനസ്സിലാക്കുക. v എന്ന് പറഞ്ഞാൽ എന്താ? അന്ത്യപ്രവേഗം അല്ലേ? അതായത് ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തുവിന് ചലനം സംഭവിക്കുമ്പോൾ ആ വസ്തുവിന്റെ അവസാന സമയത്ത്, മീൻസ് ചലനത്തിന്റെ അവസാന സമയത്തുണ്ടാകുന്ന പ്രവേഗം നമുക്ക് അന്ത്യപ്രവേഗം, ചലനത്തിന്റെ തുടക്ക സമയത്തുണ്ടാകുന്നതാണ് ആദ്യപ്രവേഗം. അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം u ആണ്. എ ത്വരണം, ടി എന്താണ്? സമയം, എസ് എന്താണ്? സ്ഥാനാന്തരം. അപ്പോ ഈ ചലന സമവാക്യങ്ങൾ നോക്കൂ. v = u + at, ഒന്നാം ചലന സമവാക്യം. രണ്ടാം ചലന സമവാക്യം s = ut + ½ at². മൂന്നാം ചലന സമവാക്യം v² = u² + 2as. അപ്പൊ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ ഒരു വസ്തു മുകളിലോട്ട് എറിയുന്നു. പറഞ്ഞ മനസ്സിലായോ? അതായത് ഇവിടെ നിന്ന്, ഈ തറയിൽ നിന്ന് ഒരു വസ്തു എറിയുന്നു, മുകളിലോട്ട് എറിയുന്നു. 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ എറിയുന്നു. ഇതിങ്ങനെ കുറച്ചു ദൂരം പോയി ഇതിന്റെ വേഗത കുറഞ്ഞ് ഇവിടം വരെ വന്നു. ഇവിടെ വന്നപ്പോൾ സ്പീഡ് എത്രയായി മാറി? 0 ആയി മാറി. 0 ആയി മാറിയപ്പോഴേ ഇത് താഴോട്ട് വീണത് അല്ലേ? സോ തുടക്ക സമയത്ത് അതിനുണ്ടായ സ്പീഡ് എത്രയാ? u = ഇനിഷ്യൽ, തുടക്കം, ആദ്യ സമയത്തുണ്ടായത് 20 മീറ്റർ പെർ സെക്കൻഡ്. പറഞ്ഞ മനസ്സിലായോ? എന്നിട്ട് ഇത് എറിഞ്ഞെറിഞ്ഞ് ഇവിടം വരെ പോയപ്പോൾ അതിന്റെ വേഗത എന്തായി? 0 എന്നിട്ടാ താഴെ വീണ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദാണ്ട് ഈ ഒരു ഹൈറ്റ് അല്ലേ? h അല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടം വരെയുള്ള വെലോസിറ്റി, സോ ഇവിടം വരെയുള്ള പ്രവേഗം എന്താ? 0 അല്ലേ? v = 0 എന്ന് എഴുതാം. പറഞ്ഞ മനസ്സിലായോ? ഇനി ചലന സമവാക്യങ്ങൾ നമുക്കറിയാം. v = എന്താണ്? u + at. സോ h അല്ലെങ്കിൽ h എന്ന് പറഞ്ഞാൽ എന്താ? ഈ കല്ല് സഞ്ചരിച്ച ഉയരമല്ലേ? ഈ കല്ല് സഞ്ചരിച്ച എന്താണ്? ദൂരമല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്? സോ കണ്ടുപിടിക്കേണ്ടത് എന്താ? h എന്ന് പറഞ്ഞാൽ എന്താ? s ഉള്ള സമവാക്യങ്ങൾ ഏതൊക്കെയാ? s = u + at. അത് ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല, ടൈം തന്നിട്ടില്ല, അപ്പൊ അത് ഉപയോഗിക്കാൻ കഴിയില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് ഏത് ഉപയോഗിക്കാം? v² = u² + 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിനകത്ത് v ഉണ്ട്, u ഉണ്ട്, 2 അറിയാം. a എന്ന് പറഞ്ഞാൽ എന്താ? a ആക്സിലറേഷൻ, ത്വരണമാണല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവിനെ മുകളിലേക്ക് എറിയുകയോ അല്ലെങ്കിൽ ഒരു വസ്തു താഴേക്ക് വീഴുകയോ ചെയ്യുന്ന സമയത്ത് ആ വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ ഏതാ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണല്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ഭൂഗുരുത്വാകർഷണ ബലം മൂലമുള്ള ത്വരണമാണ്. അപ്പോൾ എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്ക് പകരം നമുക്ക് ജി കൊടുക്കാം. പറഞ്ഞ മനസ്സിലായോ? എക്ക് പകരം ജിയുടെ വാല്യൂ എത്രയാണ്? 10 എടുത്തോളാൻ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുത്തിട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ജിക്ക് പകരം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് കൊടുക്കാം. പ്രശ്നമില്ലല്ലോ. ഇനി വേറൊരു കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ ഒരു വസ്തു മുകളിലേക്ക് നോക്കിയേ. ഇവിടെ ക്വസ്റ്റ്യനകത്ത് കണ്ട് നോക്കൂ, മുകളിലേക്ക് എന്ന് വന്നാൽ ജിയുടെ വാല്യൂ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കണം. കാരണം മുകളിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാ? താഴോട്ടല്ലേ? സോ രണ്ടിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലേ? സോ നിങ്ങൾ എന്തായിട്ട് എടുക്കുക? ജിയുടെ വാല്യൂ മൈനസ് ആയിട്ട് എടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ? ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ താഴേക്ക് എന്നാണ് കിടക്കുന്നതെങ്കിൽ ജിയുടെ വാല്യൂ എന്തായിട്ട് എടുക്കുക? പ്ലസ്, അതായത് വെറും 10 ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ എന്തായിട്ട് എടുക്കുക? -10 ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് എങ്ങനെയാണ്? മുകളിലേക്ക് എന്ന. അപ്പോൾ ജിയുടെ വാല്യൂ നിങ്ങൾക്ക് എന്തെടുക്കാനേ കഴിയത്തുള്ളൂ? -10 ആയിട്ട് എടുക്കണം. എന്നിട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. വിയുടെ വാല്യൂ 0, യുവിൻ്റെ വാല്യൂ എത്രയാ? 20. സോ 20ന്റെ സ്ക്വയർ പ്ലസ് 2 × -10 s.
സോ എത്ര കിട്ടും? 20ന്റെ സ്ക്വയർ 400. 2 × 10 എത്രയാ? -20s. ക്ലിയർ ആയോ? -20s ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? +20s = 400. നിങ്ങൾക്ക് എസിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ 400/20 എന്ന് എഴുതണം അല്ലേ? കിട്ടിയപ്പോ എത്ര കിട്ടും? 20 മീറ്റർ എന്ന് കിട്ടും. സോ ഹൈറ്റ് എത്ര കിട്ടി? 20 മീറ്റർ എന്ന് കിട്ടി. ഹൈറ്റ് എത്ര കിട്ടി? 20 മീറ്റർ. അപ്പൊ ആൻസർ ഈസ് 20 മീറ്റർ. ക്ലിയർ ആയ? ആൻസർ എത്രയാണ്? 20 മീറ്റർ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ചലന സമവാക്യങ്ങൾ പഠിക്കുക. ഓരോ ടേംസും എന്താണെന്ന് പരിചയപ്പെടുക. വി എന്താണ്? അന്ത്യപ്രവേഗം. യു ആദ്യപ്രവേഗം. എ ത്വരണം. ടി എന്താണ്? ടൈം, സമയം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുകളിലേക്ക് എന്ന് കൊടുത്താൽ ജിയുടെ വാല്യൂ -g ആയിട്ട് എടുക്കുക. താഴേക്ക് എന്ന് കൊടുത്താൽ എന്താ? ജിയുടെ വാല്യൂ എന്തായിട്ട് എടുക്കുക? +g ആയിട്ട് എടുക്കുക. അത് കൂടാതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ കാറിന്റെ കണക്കുകളൊക്കെ ചോദിക്കും. നിർത്തിയിട്ടിരിക്കുന്ന കാർ അല്ലേ, 5 സെക്കൻഡ് കൊണ്ട് നിർത്തിയിട്ടിരിക്കുന്ന കാർ 5 സെക്കൻഡ് കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, 5 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ/സെക്കൻഡ് ദൂരം സഞ്ചരിച്ചു, പിന്നെ പ്രവേഗത്തോടു കൂടി 5 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ സഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രോബ്ലംസ് ചോദിക്കും. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിർത്തിയിട്ടിരിക്കുന്ന കാർ ഏതവസ്ഥയാ? നിശ്ചലാവസ്ഥയാണ്. നിർത്തിയിട്ടിരിക്കുന്ന കാർ എന്ന് പറഞ്ഞാൽ നിശ്ചലാവസ്ഥ. അതെന്ത് ചെയ്തു? ഓടി, ചലനാവസ്ഥയിലേക്ക് മാറി. നിർത്തിയിട്ടിരിക്കുന്നത് നിശ്ചലം, അത് ഏതവസ്ഥയിലോട്ട് ഓടി? മീൻസ് ചലനാവസ്ഥയിലേക്ക് മാറി. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലനാവസ്ഥയിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ യുവിന്റെ വാല്യൂ എന്തായിട്ട് എടുക്കുക? 0 ആയിട്ട് എടുക്കുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തു ആരാണ്? ചലനാവസ്ഥയിലുള്ള ഒരു വസ്തു ഏതവസ്ഥയിലോട്ട് മാറി? ചലനാവസ്ഥയിലുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിലേക്ക് മാറി. അതായത് ഓടിക്കൊണ്ടിരുന്ന കാർ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു, കുറച്ച് ദൂരം ഓടിയിട്ട് അത് അവിടെ വന്ന് നിന്നു അല്ലേ? സോ ചലനാവസ്ഥയിലുള്ള വസ്തു നിശ്ചലാവസ്ഥയിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ വിയുടെ വാല്യൂ എന്തായിട്ട് എടുക്കുക? 0 ആയിട്ട് എടുക്കുക. ഇതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലനാവസ്ഥയിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ യുവിന്റെ വാല്യൂ 0യും, അതുപോലെ തന്നെ എന്താ? ചലനാവസ്ഥയിലുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ വിയുടെ വാല്യൂ എന്തായിട്ട് എടുക്കുക? 0 ആയിട്ടും എടുക്കുക. ഓക്കെ. യെസ്. നെക്സ്റ്റ് അടുത്തതാ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതെന്താണ്? ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം എഴുതുക. ഏതാണ് ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം? ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം എന്താണെന്ന് എഴുതുക. ഓക്കെ. യെസ്. ഡയമെൻഷൻ എഴുതാൻ അറിയാമോ? ഡയമെൻഷൻസ് എഴുതുന്നത് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ. യെസ്. ഓക്കെ. എന്താണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ? അതായത് മാസ്, അതുപോലെ തന്നെ നീളം, അതുപോലെ സമയം. ഇവയെ 3 പേരുടെയും, അതായത് മാസിന്റെ ഡയമെൻഷൻ m ആണ്, നീളത്തിന്റെ ഡയമെൻഷൻ L ആണ്, സമയത്തിന്റെ ഡയമെൻഷൻ എന്താണ്? T ആണല്ലേ. അപ്പൊ ഈ ഡയമെൻഷൻസ് ഉപയോഗിച്ച് മറ്റു വസ്തുക്കളുടെ ഡയമെൻഷൻസിനെ എഴുതുന്ന ആ ഒരു സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. മീൻസ് നീളത്തിന്റെ മാസിന്റെ ഡയമെൻഷൻ m, നീളത്തിന്റെ L, സമയത്തിന്റെ എന്താണ്? T. അപ്പോൾ ഈ ഡയമെൻഷൻസുകൾ, അതായത് ഈ വസ്തുക്കളുടെ ഡയമെൻഷൻസ് ഉപയോഗിച്ച് മറ്റ് യൂണിറ്റുകൾ എഴുതുന്ന ആ ഒരു സംവിധാനത്തെ നമുക്ക് ഡയമെൻഷൻസ് എന്ന് പറയാം അല്ലേ? യെസ്. മാസിന്റെ ഡയമെൻഷൻ എന്താണ്? മാസിന്റെ ഡയമെൻഷൻ m ആണ് അല്ലേ? യെസ്. ഡയമെൻഷൻസ് ചെയ്തിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക കേട്ടോ. രണ്ടാമത്തെ എന്താണ്? നീളം. നീളത്തിന്റെ ഡയമെൻഷൻ എന്താ? നീളത്തിന്റെ ഡയമെൻഷൻ L ആണ് കേട്ടോ. നീളത്തിന്റെ ഡയമെൻഷൻ L. പിന്നെ അടുത്ത ആരാണ്? സമയം. സമയത്തിന്റെ ഡയമെൻഷൻ എന്താണ്? സമയത്തിന്റെ ഡയമെൻഷൻ T ആണ് കേട്ടോ. സമയത്തിന്റെ ഡയമെൻഷൻ T. ഓക്കെ. അപ്പൊ ഈ ഡയമെൻഷൻസ് ഉപയോഗിച്ച് മറ്റ് വസ്തുക്കളുടെ ഡയമെൻഷൻസിനെ എഴുതുന്ന ആ ഒരു സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? യെസ്. എന്തെന്ന് പറയുന്നത്? ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ദൂരത്തിന്റെ ഡയമെൻഷൻ നമുക്കൊന്ന് എഴുതാം. എന്താ ദൂരം എന്ന് പറയുന്നത്? ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? യെസ്. ദൂരം എന്ന് പറയുന്നത്. സഞ്ചരിച്ച പാതയുടെ ആകെ നീളം. നീളത്തിന്റെ ഡയമെൻഷൻ എന്താ? അപ്പോ L അല്ലേ? അപ്പൊ ദൂരത്തിന്റെ ഡയമെൻഷൻ എന്ത് കിട്ടി? L എന്ന് കിട്ടി. ഇനി വേഗതയുടെ ഡയമെൻഷൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. വേഗതയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? വേഗതയുടെ ഡയമെൻഷൻസ് വേഗത കാണാനുള്ള ഇക്വേഷൻ എന്താ? ദൂരം ബൈ എന്തെന്ന് എഴുതാം? സമയം എന്ന് എഴുതാം. ദൂരത്തിന്റെ എന്താ ഡയമെൻഷൻ? L ബൈ സമയത്തിന്റെ T. L/T എന്ന് കിട്ടി അല്ലേ?
ഇതെന്ത് രൂപമാ? ഭിന്നസംഖ്യാ രൂപമാണ്. നമുക്ക് അങ്ങനെ ഡയമെൻഷൻ എഴുതാൻ കഴിയില്ല. നമുക്ക് ഗുണന രൂപത്തിൽ തന്നെ MLT എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഇങ്ങനെ ഗുണന രൂപത്തിലെ ഡയമെൻഷൻസിനെ എഴുതാൻ കഴിയൂ. അതുകൊണ്ട് നമുക്ക് L ഇൻറ്റു ഈ T മണ്ടയ്ക്ക് കൊണ്ടുവരണം അല്ലേ? നമുക്കറിയാം ഒരു ഭിന്നസംഖ്യയുടെ ഛേദത്തെ മുകളിൽ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? അതിൻ്റെ പവറിന് ചിഹ്നം മാറ്റി അങ്ങ് എഴുതിയാൽ മതി അല്ലേ? B മണ്ടയ്ക്ക് കൊണ്ടുവരുന്നപ്പോൾ ഇൻറ്റു B⁻−1 എന്നായി. അതായത് പവർ 1 ആയിരിക്കും അല്ലേ എല്ലായ്പ്പോഴും. അപ്പോൾ ആ പവറിൻ്റെ എന്തു മാറ്റണം? ചിഹ്നം മാറ്റണം. +1 ഇവിടെ ആയപ്പോൾ -1 ആയി അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? T മണ്ടയ്ക്ക് കൊണ്ടുവരുമ്പോൾ T⁻−1. അങ്ങനെ എന്ത് എഴുതാം? L_T⁻−1 എന്ന് എന്തിൻ്റെ എഴുതാം? വേഗതയുടെ ഡയമെൻഷൻ എഴുതാം. വേഗതയുടെ ഡയമെൻഷൻ എന്ത് എഴുതാം? L_T⁻−1. അതാണ്ട് നോക്കിയേ, സ്ഥാനാന്തരത്തിന്റെ ഡയമെൻഷൻ എന്താ? L_T⁻−1 എന്ന് എഴുതി. L_T⁻−1. ത്വരണത്തിന്റെ എന്ത് എഴുതി? അങ്ങനെ L_T⁻−2 എന്ന് കിട്ടി. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ M0 ഇട്ടെന്നറിയാവോ? M0 ഇട്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡയമെൻഷൻസ് എഴുതുമ്പോൾ നമുക്ക് MLT എന്ന് പറയുന്ന ഫോർമാറ്റിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും ശരി തന്നെയാണ് കേട്ടോ. L_T⁻−1 ശരിയാണ്. പക്ഷേ നമുക്ക് ഓപ്ഷനകത്ത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്, M⁻0 L_T⁻−1 എന്നായിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഡയമെൻഷൻസ് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും MLT എന്ന് പറയുന്ന ഫോർമാറ്റിൽ MO LO TO ഏതെങ്കിലും ഒരു അക്ഷരം മിസ്സിംഗ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ അക്ഷരം ഇട്ട് കൊടുക്കുക, അതിൻ്റെ പവർ എന്ത് കൊടുക്കുക? 0 കൊടുത്താൽ മതി. കാരണം ഏതൊരു സംഖ്യയുടെ പവറും 0 കൊടുത്താൽ എന്താടേ? 1 ആയിരിക്കും. പറഞ്ഞ മനസ്സിലായി? ഏതൊരു സംഖ്യയുടെയും പവർ 0 കൊടുത്താൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ M⁻0 എന്ന് പറഞ്ഞാൽ എന്താ? 1. 1 × L_T⁻−1. സോ എന്ത് തന്നെയാണ് കിട്ടുന്നത്? L_T⁻−1 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ L_T⁻−1 എന്ന് എഴുതിയാൽ ശരി തന്നെയാണ്. പക്ഷേ ഓപ്ഷനകത്ത് ചിലപ്പോൾ M⁻0 L_T⁻−1 എന്നായിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു രീതിയിൽ എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഓപ്ഷനകത്ത് MLT എന്ന് പറയുന്ന ഫോർമാറ്റിൽ ആ 4 ഓപ്ഷൻസും കിടക്കുന്നതെങ്കിൽ ഇല്ലാത്ത അക്ഷരം ഏതാണോ അതങ്ങ് ഇട്ട് കൊടുക്കുക. MLTയിൽ ഇല്ലാത്ത അക്ഷരം ആ ഒരു സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് പവർ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. കണ്ടു നോക്കൂ, പ്രവേഗം കാണുന്നത് സ്ഥാനാന്തരം ബൈ സമയം. അപ്പോൾ നിങ്ങൾക്ക് L_T⁻−1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ M⁻0 കൂടി ആഡ് ചെയ്തേ കേട്ടോ. ത്വരണത്തിന്റെ എന്താ? M⁻0 L_T⁻−2. അതുപോലെ ബലത്തിന്റെ MLT⁻2 ആണ് കേട്ടോ. MLT⁻2 ആണ്. പ്രവൃത്തിയുടെ ML²T⁻2 ആണ്. ഊർജത്തിന്റെയും അത് തന്നെയാണ് കേട്ടോ, ML²T⁻2. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പവറും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ML²T⁻3. അടുത്തത് പ്രതല ബലം, സർഫസ് ടെൻഷന്റെ. അതിന്റെ എന്താ? ML⁻0 T⁻−2. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്? ആൻസർ എന്താ? ഊർജത്തിന്റെ ഡയമെൻഷൻ ML²T⁻2 ML²T⁻2 ആണ് കേട്ടോ. ML², ഊർജത്തിന്റെ ML²T⁻2. ഇതിനകത്ത് ML²T⁻2 എന്നാണ് കിടക്കുന്നത്. സോറി, T⁻2 ആണ് കേട്ടോ. ML²T⁻2. ഓക്കെ, ഊർജം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് പറഞ്ഞ നേരത്തെ വർക്ക് പറഞ്ഞായിരുന്നല്ലോ നമ്മൾ. അതുകൊണ്ട് ഇതുകൂടി ഒന്ന് പഠിക്കുക. ഊർജം എന്താണ്? ഊർജം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഊർജം എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായി? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയും അല്ലേ? ഊർജത്തിന്റെ യൂണിറ്റുകൾ ആരൊക്കെയാ? ന്യൂട്ടൺ മീറ്റർ, ജൂള്, കലോറി, ഇലക്ട്രോൺ വോൾട്ട്, പിന്നെ എന്താണ്? കിലോവാട്ട് അവർ നമുക്ക് സുപരിചിതമായ ഒരു യൂണിറ്റ് തന്നെയാണല്ലേ. വീട്ടിലൊക്കെ KCB അല്ലേ, ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ എടുക്കുന്ന സമയത്ത് കിലോവാട്ട് അവറിലാണ് യൂണിറ്റ് കണക്കാക്കുന്നത് അല്ലേ? യെസ്. ഇനി നോക്കി അതിന്റെ ഒരു കൺവേർഷൻ നോക്കാം. ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്രയാ? 4.2 ജൂൾ ആണ് കേട്ടോ. ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.2 ജൂൾ. 1 ഇലക്ട്രോൺ വോൾട്ട് എന്തിന്റെ യൂണിറ്റാ? ഊർജത്തിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഇലക്ട്രോൺ വോൾട്ട് എത്രയാ? 1.6 × 10⁻⁻19 ആണ് കേട്ടോ. 1.6 × 10⁻⁻19 ജൂൾ ആണ് ആരെന്ന് പറയുന്നത്? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി? 1 ഇലക്ട്രോൺ വോൾട്ട് 1.6 × 10⁻⁻19
1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണ് ആരെന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് 1 കിലോവാട്ട് അവർ. 1 കിലോവാട്ട് അവർ അല്ലേ, കിലോവാട്ട് അവർ KWH 1 കിലോവാട്ട് അവർ. 1 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3.6 ഇൻറ്റു 10⁻6 ജൂൾ ആണ്. 3.6 ഇൻറ്റു 10⁻6 ജൂൾ 1 കിലോവാട്ട് അവർ. ഓക്കെ, അപ്പോൾ യൂണിറ്റുകൾ നോക്കുക, ന്യൂട്ടൺ മീറ്റർ, ജൂള്, കലോറി, ഇലക്ട്രോൺ വോൾട്ട്, കിലോവാട്ട് അവർ. ന്യൂട്ടൺ മീറ്റർ, ജൂള്, കലോറി, ഇലക്ട്രോൺ വോൾട്ട്, അതുപോലെ കിലോവാട്ട് അവർ. അതിന്റെ കൺവേർഷൻ നോക്കുക. 1 കലോറി എന്ന് പറഞ്ഞാൽ എത്രയാ? 4.2 ജൂള്. 1 ഇലക്ട്രോൺ വോൾട്ട് 1.6 ഇൻറ്റു 10⁻19 ജൂള്. 1 കിലോവാട്ട് അവർ 3.6 ഇൻറ്റു 10⁻6 ജൂള്. ഓക്കെ, യെസ്, ഡയമെൻഷൻസ് പറഞ്ഞു. ഓക്കെ, ഇനി നോക്കൂ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വസ്തുവിനേക്കാൾ വലുതും നിവർന്നതും മിഥ്യയുമായ പ്രതിബിംബം ലഭിച്ച ദർപ്പണത്തിന്റെ വക്രതാ ആരം 45 സെന്റിമീറ്റർ ആയാൽ ദർപ്പണമേത്? വസ്തുവിനേക്കാൾ വലുതും നിവർന്നതും മിഥ്യയുമായ പ്രതിബിംബം ലഭിച്ച ദർപ്പണത്തിന്റെ വക്രതാ ആരം അത് തന്നിട്ടുണ്ട്. വക്രതാ ആരം 45 എന്ന് തന്നിട്ടുണ്ട്. 45 സെന്റിമീറ്റർ ആയാൽ ദർപ്പണമേത്? യെസ്, ആൻസർ ഏതാണ്? കോൺകേവ്. എഫ് ഈസിക്കൽ ടു എന്താണ്? -22.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നോക്കാം. കാരണം നമുക്കറിയാം R=2F ആണ്. ഇവിടെ R 45 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ F എത്രയാ? R/2. സോ 45ന്റെ പകുതി 22.5. അപ്പോ എത്ര? 22.5 ആയിരിക്കും എന്തിന്റെ വാല്യൂ? എഫിന്റെ വാല്യൂ 22.5 ആയിരിക്കും. 22.5 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ദർപ്പണം ഏതാണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ദർപ്പണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺകേവിന്റെ പ്രതിബിംബ രൂപീകരണം അല്ലേ? കോൺകേവിന്റെ പ്രതിബിംബ രൂപീകരണത്തിൽ 6ാമത്തെ പടമുണ്ട്. അതായത് എവിടെയാ? ദർപ്പണത്തിന്, അതായത് പോളിനും മുഖ്യ ഫോക്കസിനും എഫിനും ഇടയിലായിട്ട് വസ്തുവിനെ വെക്കുന്നു. അങ്ങനെ വസ്തുവിനെ വെക്കുന്ന സമയത്ത് അവിടെ എന്ത് രൂപീകരിക്കത്തില്ല? പ്രതിബിംബം രൂപീകരിക്കത്തില്ല, യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കത്തില്ല അല്ലേ? അപ്പൊ നമ്മൾ പ്രതിപതനം സംഭവിച്ച പ്രകാശരശ്മികൾ ദർപ്പണത്തിന് പിറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തല്ലേ നീട്ടി വരയ്ക്കുന്ന സമയത്ത് ദർപ്പണത്തിന് പിറകിൽ ഒരു പ്രതിബിംബം രൂപപ്പെടും അല്ലേ? ദർപ്പണത്തിന് പിറകിൽ ഒരു പ്രതിബിംബം രൂപപ്പെടും. ആ പ്രതിബിംബം എങ്ങനെയുള്ള പ്രതിബിംബം? ഇത് എഫ് അല്ലേ? ഇവിടെ എന്തിരിക്കുന്നു? വസ്തു ഇരിക്കുന്നു. ഇവിടെ വസ്തു ഇരിക്കുന്നു. എസ്, ഇതിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? സി വേണ്ട, ഇത് കൂട്ടിമുട്ടത്തില്ല, അകന്നകന്ന് പോവുക അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് വരച്ചു നോക്കുന്നു അല്ലേ? വരച്ചു നോക്കിയപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ എന്ത് കിട്ടുന്നതായിട്ട്? പ്രതിബിംബം ദർപ്പണത്തിന് പിറകിൽ കിട്ടും അല്ലേ? ആ കിട്ടുന്ന പ്രതിബിംബം ഒന്ന് നോക്കിയടേ, ദർപ്പണത്തിന് പിറകിലാ. സോ മിഥ്യയാണ് അല്ലേ? മിഥ്യയാണ്, നിവർന്നതാണ്, പിന്നെ എന്താ? വസ്തുവിനേക്കാൾ എന്താണ്? വലുതുമാണ്. സോ അപ്പൊ ഇത് ദർപ്പണവേദ കോൺകേവ് ആണ്. പറഞ്ഞു മനസ്സിലായ? ദർപ്പണവേദാണ് കോൺകേവ്. നേരെ മറിച്ച് കോൺവെക്സിന്റെ പടം നിങ്ങളൊന്ന് വരച്ചു നോക്കിയേ. കോൺവെക്സിന്റെ പടം വരച്ച സമയത്തും നമുക്ക് മിഥ്യാ പ്രതിബിംബം തന്നെയാണ് കോൺവെക്സിലും കിട്ടുന്നത്. പക്ഷേ ഒരു വിഷയമുണ്ട്. കോൺവെക്സ് കിട്ടുന്ന പ്രതിബിംബം എങ്ങനെയുള്ള പ്രതിബിംബമാ? കോൺവെക്സിൽ ഇത് എഫ്, ഇത് സി. കണ്ടു നോക്കിയ കോൺവെക്സിൽ കിട്ടിയ പ്രതിബിംബം എങ്ങനെയാ? മിഥ്യാ പ്രതിബിംബമാ. പക്ഷേ എങ്ങനെയുള്ള പ്രതിബിംബം? അത് വസ്തുവിനേക്കാൾ എന്തായിപ്പോയി? ചെറുതായിപ്പോയി. വസ്തുവിനേക്കാൾ എന്താണ്? ചെറുതാണ്. ഇവിടെ നോക്കിയേ, അപ്പോ വസ്തുവിനേക്കാൾ വലുത് എന്ന് കിടപ്പുണ്ട്. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളോട് നിവർന്നത് മിഥ്യ എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഇത് രണ്ടും ആൻസർ ആയിട്ട് വന്നേനെ. കോൺകേവും പറയാം, കോൺവെക്സിലും പറയാം. കാരണം കോൺവെക്സിലും മിഥ്യ കിട്ടുന്നുണ്ട്, കോൺവെക്സിൽ മിഥ്യ മാത്രമേ കിട്ടത്തുള്ളൂ. കോൺകേവിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മിഥ്യാ പ്രതിബിംബം കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നു വസ്തുവിനേക്കാൾ വലുതും നിവർന്നതും മിഥ്യയുമായ പ്രതിബിംബം. വസ്തുവിനേക്കാൾ വലുതും നിവർന്നതും മിഥ്യയും ഇവിടെ കോൺകേവിലേ കിട്ടത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? പിന്നെ R=2F എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് എഫിന്റെ വാല്യൂ 22.5 സെന്റിമീറ്റർ ആണെന്നറിയാം. ആൻസർ ചെയ്താ. പക്ഷെ ഇവിടെ വസ്തുവിനേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ ആൻസർ ഏതാ? കോൺവെക്സ് ആണ് കേട്ടോ. അപ്പോൾ വസ്തുവിനേക്കാൾ വലുതെന്ന് പറഞ്ഞത് കൊണ്ട് കോൺകേവും, വസ്തുവിനേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ എന്തായി മാറും? കോൺവെക്സ് ആയി മാറുകയും ചെയ്യും. ഓക്കെ, യെസ്, ദർപ്പണത്തിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? കഴിഞ്ഞ
ഫയർമാന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചതാ. സ്ഥിതകർഷണവും ഗതികകർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. സ്ഥിതകർഷണവും ഗതികകർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നു. സ്ഥിതകർഷണം സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നു, എന്നാൽ ഗതികകർഷണം ആശ്രയിക്കുന്നില്ല. ഗതികകർഷണം സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നു, എന്നാൽ സ്ഥിതകർഷണം ആശ്രയിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കർഷണ ബലം എന്ന് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് കർഷണ ബലം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. അതായത് ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ ഒരു ബലം അനുഭവപ്പെടുന്നു, അല്ലെ? ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആ കർഷണ ബലം എന്ന് പറയുന്നത്. അതായത് കണ്ട നോക്കിയേ, ഒരു സർഫസിന് മുകളിലൂടെ ഒരു വസ്തു ചലിക്കുന്നു, അല്ലെ? അങ്ങനെ ചലിക്കുന്ന വസ്തുവിന്റെ ചലനത്തെ എതിർക്കുന്ന ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ്, ഒപ്പോസ് ചെയ്യുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കർഷണ ബലം എന്ന് പറയുന്നത്, അല്ലെ? ഈ കർഷണ ബലത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാ? സ്ഥിതകർഷണവും ഗതികകർഷണവും. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും, അല്ലെ? സ്ഥിതകർഷണവും ഗതികകർഷണം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. പറഞ്ഞ മനസ്സിലായല്ലോ? എന്താണ് സ്ഥിതകർഷണം? ഞാനിവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഒരു കസേര ഇവിടെ കിടക്കുന്നു, അല്ലെ? ഒരു ചെയർ ഇവിടെ കിടക്കുന്നു. ഈ ചെയറിലേക്ക് നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ചെയർ നീങ്ങുന്നില്ല, അല്ലെ? പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് നീങ്ങാൻ തുടങ്ങും. അതായത് ഈ വസ്തുവിന്റെ ചലനം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആ വസ്തുവും അത് സമ്പർക്കത്തിലിരുന്ന പ്രതലം, മീൻസ് ഈ പേന ദാണ്ട് എന്ത് ചെയ്യുന്നു? എൻ്റെ കയ്യിലിരിക്കുന്നു, അല്ലേ? ഈ പേന സമ്പർക്കത്തിലിരിക്കുന്നത് എൻ്റെ കൈയല്ലേ? സമ്പർക്കത്തിലിരിക്കുന്ന പ്രതലം അതല്ലേ? അപ്പൊ ഈ പേന ചലിക്കുന്നതിന് തൊട്ട് മുമ്പ് സമ്പർക്കത്തിലിരിക്കുന്ന പ്രതലവുമായി ഉണ്ടാക്കുന്ന കർഷണ ബലത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിതകർഷണം എന്ന് പറയുന്നത്. എന്താണ്? വസ്തു അതിൻ്റെ ആപേക്ഷിക ചലനം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ, അല്ലേ? അതായത് ആ വസ്തുവിന് ചലനം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ സമ്പർക്കത്തിലുള്ള പ്രതലവുമായി ഉണ്ടാക്കുന്ന കർഷണ ബലത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിതകർഷണം എന്ന് പറയുന്നു. ഓക്കെ. രണ്ടാമത്തേതാണ് ഗതികകർഷണം, അല്ലെ? ഗതികകർഷണം. എന്താ ഗതികകർഷണം? ഒരു വസ്തു ഇങ്ങനെ ചലിക്കുമല്ലേ? ചലിക്കുന്ന സമയത്ത് ആ വസ്തുവിന് ഉണ്ടാകുന്ന കർഷണ ബലത്തെ വിളിക്കുന്ന പേരാണ് ഗതികം. ഗതി എന്ന് കേട്ടിട്ടില്ലേ? ചലനം എന്നല്ലേ? അപ്പോ ഗതികകർഷണം എന്ന് പറഞ്ഞാൽ വസ്തുക്കൾക്ക് ചലനം സംഭവിക്കുമ്പോൾ സമ്പർക്കത്തിലുള്ള പ്രതലവുമായി ഉണ്ടാക്കുന്ന കർഷണ ബലമാണ് ഗതികകർഷണം. ക്ലിയർ ആയല്ലോ? ഈ ഗതികകർഷണത്തെ വേണമെങ്കിൽ അത് ഏത് രീതിയിലാണോ ചലിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് ഒരു പ്രതലത്തിന് മുകളിലൂടെ ഒരു വസ്തു നിരങ്ങിയാണ് നീങ്ങുന്നതെങ്കിൽ, ചലിക്കുന്നതെങ്കിൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കർഷണ ബലത്തെ നമുക്ക് നിരങ്ങൽ കർഷണം എന്ന് പറയാം. നേരെ മറിച്ച് ഒരു പ്രതലത്തിന് മുകളിലൂടെ ഒരു വസ്തു ഇങ്ങനെ ഉരുണ്ടുരുണ്ടാണ് നീങ്ങുന്നതെങ്കിൽ അവയ്ക്കിടയിലുള്ള കർഷണബലത്തെ എന്തെന്ന് വിളിക്കാം? ഉരുളൽ കർഷണം എന്നും വിളിക്കാം. പറഞ്ഞ മനസ്സിലായല്ലോ? അതായത് ഗതിക കർഷണത്തെ നിങ്ങൾക്ക് ഉരുളൽ കർഷണമെന്നും പിന്നെ എന്താണ് നിരങ്ങൽ കർഷണമെന്നും തിരിക്കാം. അതായത് പ്രതലങ്ങൾക്ക് മുകളിലൂടെ വസ്തു നിരങ്ങിയാണ് നീങ്ങുന്നതെങ്കിൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കർഷണബലത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നിരങ്ങൽ കർഷണമെന്നും, ഒരു പ്രതലത്തിന് മുകളിലൂടെ ഒരു വസ്തു ഉരുണ്ടാണ് നീങ്ങുന്നതെങ്കിൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കർഷണബലത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നിരങ്ങൽ കർഷണം എന്നും പറയുന്നുണ്ട്. ഒരു പ്രതലത്തിന് മുകളിലൂടെ മറ്റൊരു വസ്തു ഉരുണ്ട് നീങ്ങുമ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കർഷണബലമാണ് ഉരുളൽ കർഷണം. രണ്ടാമത് നിരങ്ങൽ. എന്താ? ഒരു പ്രതലത്തിന് മുകളിലൂടെ മറ്റൊരു വസ്തു എന്ത് ചെയ്യുന്നു? നിരങ്ങി നീങ്ങുമ്പോൾ അവയ്ക്കിടയിലുള്ള കർഷണബലമാണ് നിരങ്ങൽ കർഷണം. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. കഴിഞ്ഞ LGS പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നിരങ്ങൽ കർഷണവുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അല്ലേ? അതായത് ഉരുളൽ കർഷണമാണോ നിരങ്ങൽ കർഷണമാണോ കൂടുതൽ എന്ന് ചോദിച്ചു. എന്താ ഏത് കർഷണമായിരിക്കും? നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഒരു വസ്തുവിനെ ഉരുട്ടിക്കൊണ്ടു പോകാൻ എളുപ്പവും വലിച്ചഴിച്ചുകൊണ്ട് പോകാൻ പ്രയാസവുമാണ്, അല്ലേ? അപ്പോൾ ഉരുട്ടിക്കൊണ്ട് പോകാൻ എളുപ്പമാണെങ്കിൽ ചലനം എളുപ്പമാകുമല്ലേ? ചലനം എളുപ്പമാണെങ്കിൽ കർഷണം കുറവാണെന്ന് അർത്ഥം. കാരണം എന്താ? ചലനത്തെ എതിർക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? കർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഉരുട്ടിക്കൊണ്ട് പോകാൻ എളുപ്പമാണെങ്കിൽ കർഷണം കുറവും, നിരക്കിക്കൊണ്ട് പോകാൻ പ്രയാസമാണെങ്കിൽ കർഷണം കൂടുതലുമാണ്. അപ്പോൾ ഏത് കർഷണമായിരിക്കും കൂടുതൽ? നിരങ്ങൽ കർഷണം കൂടുതൽ, ഉരുളൽ കർഷണം എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ. ഇനി ഈ സ്ഥിതകർഷണവും ഗതികകർഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചാൽ മതി. ഒരു വളരെ വൃത്തിയുള്ള ഒരു നല്ല മിനുസമുള്ള ഒരു പ്രതലം,
ടൈൽസ് ഒക്കെ നമ്മൾ വിരിച്ച ഒരു മിനുസമുള്ള ഒരു പ്രതലം, അതിലേക്കൂടെ നമ്മൾ ഒരു ചാക്ക് അരി ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു അല്ലേ. വളരെ എളുപ്പമായിട്ട് നമുക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോകാം. കുറച്ചു നേരം കഴിഞ്ഞ് ഈ തറ അവരങ്ങ് പരുക്കനാക്കി, ടൈൽസൊക്കെ പൊട്ടിച്ച് ഈ തറയെ അങ്ങ് പരുക്കനാക്കി നിങ്ങൾ ഒരു ചാക്ക് അരി വീണ്ടും ഇവിടെ കൊണ്ടുവച്ചിട്ട് വലിച്ചഴിച്ചുകൊണ്ട് ആ എൻഡ് വരെ കൊണ്ടുപോവാം. നേരത്തെ കൊണ്ടുപോയ സ്ഥലം വരെ കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷേ ആദ്യം കൊണ്ടുപോയതുപോലെ എളുപ്പമാണോടെ? അല്ല അല്ലേ. ആദ്യം വളരെ സ്മൂത്തായിട്ട് ഇത് എന്ത് ചെയ്തു? മിനുസമായ പ്രതലമായോണ്ട് മൂവ് ചെയ്തു. പിന്നെ ഈ തറ പരുക്കനാക്കിയപ്പോൾ എന്ത് ചെയ്തു? ഇത് മൂവ് ചെയ്യുന്നുണ്ടോ? ഇത് നീങ്ങാൻ എന്താ പ്രയാസമല്ലേ? നന്നായിട്ട് പ്രയാസപ്പെടുന്നില്ലേ? അപ്പോൾ അതിൻ്റെ കാരണം എന്താ? അതായത് ഒരു വസ്തു എന്ത് ചെയ്യുന്നു? മിനുസമായ പ്രതലത്തിലൂടെ എളുപ്പത്തിൽ ചലിക്കുന്നു, പരുക്കനായ പ്രതലത്തിലൂടെ എന്ത് ചെയ്യുന്നു? പതുക്കെ, മീൻസ് ചലിക്കാൻ പ്രയാസമാണ്. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒരു ചെറിയൊരു ഇടനാഴി അല്ലേ, ഒരു ചെറിയൊരു സ്പേസ്. ഈ സ്പേസ് മിനുസമുള്ള തറയാ, ഇതിലേക്ക് ഒരു ചാക്കാരി വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു, പ്രയാസമൊന്നുമില്ലല്ലോ. ഈ തറയുടെ വിസ്തൃതി ആൾക്കാരങ്ങ് കൂട്ടി, വലിയ വിസ്താരമാക്കി, മീൻസ് പരപ്പളവ് കൂട്ടി. മിനുസമുള്ള തറ തന്നെയാ, എന്നിട്ടും ഒരു ചാക്കരി വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു, എളുപ്പമല്ലേ? പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ച് ഏരിയ കുറവാണ്, നമുക്ക് ഒരു ചാക്കരി വലിച്ചഴിച്ചുകൊണ്ട് പോകാൻ ഏരിയ ഉണ്ടല്ലേ, കുറവാണ്. ആ ഏരിയയിലൂടെ, ആ പരപ്പളവിലൂടെ ഒരു ചാക്കരി വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. വലിയ വിസ്തൃതി കൂടിയ സ്ഥലത്തിലൂടെ ഒരു ചാക്കരി വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. രണ്ടും വലിയ പ്രയാസമൊന്നുമില്ല തറ മിനുസം ആണെങ്കിൽ. നേരെ മറിച്ച് ഏരിയ കൂടുതലുണ്ട്, പക്ഷെ തറ ഭയങ്കര പരുക്കനാണ്, വലിച്ചഴിച്ചുകൊണ്ട് പോകാൻ എന്താ പ്രയാസമാണല്ലേ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വസ്തു കർഷണബലം അല്ലേ, അതായത് സമ്പർക്കത്തിലിരിക്കുന്ന പ്രതലവുമായി ഉണ്ടാക്കുന്ന കർഷണബലം, അത് സ്ഥിതകർഷണമായിക്കോട്ടെ ഗതിക കർഷണമായിക്കോട്ടെ, അതെന്തുമായി ബന്ധമില്ലടേ? ഏരിയ, പരപ്പളവുമായി ബന്ധമില്ല. പക്ഷെ എന്തുമായി ബന്ധമുണ്ട്? തറയുടെ സ്വഭാവവുമായിട്ട്, മീൻസ് സർഫസിന്റെ സ്വഭാവവുമായിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട്. സർഫസ് മിനുസമുള്ളതാണെങ്കിൽ വലിച്ചഴിച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ്. സർഫസ് പരുക്കനാണെങ്കിലോ, പ്രതലം പരുക്കനാണെങ്കിൽ വലിച്ചഴിച്ചുകൊണ്ട് പോകാൻ പ്രയാസമാണല്ലേ. മീൻസ് വലിച്ചഴിച്ചുകൊണ്ട് പോകാൻ പ്രയാസമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർഷണം കൂടുതലല്ലേ, അതായത് ഈ കർഷണബലത്തെ ആശ്രയിക്കുന്ന ആളാരാ? കർഷണബലത്തെ ആശ്രയിക്കുന്നത് പ്രതലത്തിന്റെ സ്വഭാവമാണ്. അതാണ്ട് നോക്കൂ, സ്ഥിതകർഷണവും ഗതിക കർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. എന്നാൽ പ്രതലങ്ങളുടെ എന്തിനെ ആശ്രയിക്കുന്നുണ്ട്? സ്വഭാവത്തെ ആശ്രയിക്കുന്നുണ്ട്. പ്രതലത്തിന് പരപ്പളവ് കൂടുതലാണോ കുറവാണോ എന്നുള്ളതിനകത്ത് പ്രസക്തിയില്ല. എന്തിലേ ഉള്ളൂ പ്രസക്തി? അതിൻ്റെ സ്വഭാവം. മിനുസമുള്ള പ്രതലമാണെങ്കിൽ വലിച്ചഴിച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ്. മിനുസമില്ലാത്ത പ്രതലമാണെങ്കിലോ വലിച്ചഴിച്ചുകൊണ്ട് പോകാൻ എന്താ പ്രയാസമാണ്. പറഞ്ഞ മനസ്സിലായോ? അതായത് സ്വഭാവത്തെ ആശ്രയിക്കുന്നു, പരപ്പളവിനെ എന്ത് ചെയ്യുന്നില്ല? ആശ്രയിക്കുന്നില്ല. ഈ പോയിന്റ് വെച്ചാണ് കഴിഞ്ഞ ഫയർമാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു. നോക്കൂ, ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കൂ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ നോക്കൂ. സ്ഥിതകർഷണവും ഗതിക കർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. പരപ്പളവിനെ ആശ്രയിക്കുന്നു ഇല്ല, സ്വഭാവത്തെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ആശ്രയിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കർഷണബലം ഒക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയും അവയുടെ മാസ് പകുതിയുമാക്കിയാൽ ഗതികോർജത്തിന് എന്തു മാറ്റം സംഭവിക്കും? അതായത് മാസ് ഇരട്ടിയാക്കുന്നു, പിന്നെ എന്താ, മാസ് പകുതിയാക്കുന്നു, പ്രവേഗം ഇരട്ടിയാക്കുന്നു, ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗതികോർജം, കൈനറ്റിക് എനർജി. ഗതികോർജം കാണുന്ന ഇക്വേഷൻ എന്താ? ഹാഫ് mv². ഇവിടെ പറയുന്നത് എന്താ? പ്രവേഗം എന്ത് ചെയ്യുന്നു? ഇരട്ടിയാക്കുന്നു. പ്രവേഗം ഇരട്ടിയാക്കിയാൽ v എന്തായി? 2v ആയി. മാസ് പകുതിയായി, m/2 ആയി. നമുക്ക് നോക്കാം. KE = കൈനറ്റിക് എനർജി = ½ × m/2 × വെലോസിറ്റി എന്താ? ഇരട്ടിയാ, 2v². പോയിട്ട് എന്ത് കിട്ടും? ½ m/2 × 2ന്റെ സ്ക്വയർ 4, v-യുടെ സ്ക്വയർ v². അല്ലേ? എന്ത് കിട്ടും? ½ mv² എന്ന് എഴുതി. ഈ 2ഉം ഈ 4ഉം കൂടെ വിട്ടും ഇൻറ്റു പോയിട്ട് ആരുണ്ട്? 2 എന്ന് കിട്ടും. സോ ½ mv² എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? കൈനറ്റിക് എനർജി = ½ mv² പകരം എന്ത് കൊടുക്കാം? KE × ആരുണ്ട്? 2 ഉണ്ട് അല്ലേ.
അപ്പൊ എത്രയാകും? ഇരട്ടിയാകും. നോക്കൂ, നോക്കൂ, ഇരട്ടിയാകും. അതാണ് ആൻസർ, ഇരട്ടിയാകും അല്ലെ. മാസ് പകുതിയാക്കി m/2, വെലോസിറ്റി ഇരട്ടി 2v, പ്രവേഗം ഇരട്ടി എന്നാ പറഞ്ഞത്. ഹാഫ് m എന്താണ് by2, എമ്മിന് പകരം m/2, വെലോസിറ്റിക്ക് പകരം 2v². അപ്പൊ എന്ത് കിട്ടി? ഈ 2ഉം ഇവിടെ 4 ഉണ്ടായിരുന്നു കേട്ടോ, ഇൻറ്റു 4, 2 സ്ക്വയർ 4 ആണല്ലോ. ഈ 2ഉം ഇതും കൂടെ വെട്ടി 2 എന്ന് കിട്ടി. അതുകൊണ്ടാണ് ഹാഫ് mv² ഇൻറ്റു 2. സോ ഹാഫ് mv² എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജി അല്ലേ, കൈനറ്റിക് ഗതികോർജം ഇൻറ്റു 2. സോ 2, അതായത് ഇരട്ടിയാകും. ഓക്കെ, യെസ്. നെക്സ്റ്റ്, മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏത്? മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം പ്രതലബലമാണ് അല്ലേ. യെസ്. എന്താ പ്രതലബലം എന്ന് പറഞ്ഞാൽ? പ്രതലബലം എന്ന് പറഞ്ഞാൽ ദ്രാവകോപരിതലത്തിലെ അല്ലേ, അതായത് ദ്രാവകത്തിന്റെ സർഫസിലുള്ള ദ്രാവകോപരിതലത്തിലുള്ള തന്മാത്രകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ബലമാണ് എന്തെന്ന് പറയുന്നത്? പ്രതല ബലം എന്ന് പറയുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോ ദ്രാവകോപരിതലത്തിലുള്ള തന്മാത്രകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രതലബലം എന്ന് പറയുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെ. പ്രതലബലം കാണാനുള്ള ഇക്വേഷൻ, പ്രതലബലത്തെ ഡിനോട്ട് ചെയ്യുന്ന എസ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് എസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ബലം ബൈ നീളം എന്ന് എഴുതാം. ബലം ഡിവൈഡഡ് ബൈ നീളം. പ്രതലബലം കാണാനുള്ള ഇക്വേഷൻ ആണ് ബലം ഡിവൈഡഡ് ബൈ നീളം എന്ന് എഴുതാം. യൂണിറ്റ് എന്ത് എഴുതാം? ബലത്തിന്റെ ന്യൂട്ടൺ, നീളത്തിന്റെ മീറ്റർ. സോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് എഴുതാം. എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -1 എന്ന് എഴുതാം കേട്ടോ. ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പഠിച്ചാൽ മതി. ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു തവണ പ്രതലബലത്തിന്റെ യൂണിറ്റ് ചോദിച്ചു അല്ലെ, ഈ റീസെന്റ് നടന്ന പരീക്ഷയ്ക്ക്. അപ്പോൾ ദ്രാവകോപരിതലത്തിലെ തന്മാത്രകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നു. ഈ ബലമാണെന്ന് പറയുന്നത് പ്രതലബലം എന്ന് പറയുന്നത്. പ്രതലബലം കാണാനുള്ള ഇക്വേഷൻ ആണ് ബലം ബൈ നീളം. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ഡയമെൻഷൻ mt⁻² എന്താണ്? -2 ആണ് കേട്ടോ. mt⁻², അല്ലെങ്കിൽ ml⁻0 t⁻². ഓക്കെ, ഈ പ്രതല ബലം പറഞ്ഞത് കൊണ്ട് ഇത് കൂടി നോക്കുക. പ്രതല ഊർജം, പ്രതലോർജം, പ്രതലോർജം, സർഫസ് എനർജി എന്ന് പറയും. എന്താ? ദ്രാവകോപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ, അതായത് ദ്രാവകത്തിന്റെ സർഫസ് ഉണ്ടല്ലോ മുകളിലെ ഉപരിതലം, ആ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ഊർജത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രതലോർജം എന്ന് പറയുന്നത്. ദ്രാവകോപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ഊർജമാണ് പ്രതലോർജം, സർഫസ് എനർജി എന്ന് പറയും. സർഫസ് എനർജി അല്ലെങ്കിൽ പ്രതലോർജം കാണാനുള്ള ഇക്വേഷൻ ആണ് ഊർജം ബൈ പരപ്പളവ്. ഊർജം ബൈ പരപ്പളവ്. യൂണിറ്റ് ഊർജത്തിന്റെ ജൂള് ഡിവൈഡഡ് ബൈ പരപ്പളവിൻ്റെത് മീറ്റർ സ്ക്വയർ. അപ്പോ ജൂൾ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ജൂൾ പെർ മീറ്റർ സ്ക്വയർ. ഡയമെൻഷൻ എന്താ? നേരത്തെ എഴുതിയ സെയിം ഡയമെൻഷൻ തന്നെയാണ്. ml⁻², mt⁻² ആണ് കേട്ടോ. mt⁻², അല്ലെങ്കിൽ ml⁻0 t⁻². ഓക്കെ, യെസ്. പ്രതലബലം. ഓക്കെ, ഇവിടെ നോക്കൂ. ഇനി മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം പ്രതലബലമാണ് അല്ലേ. യെസ്. ഇനി എന്താ വിസ്കസ് ബലം എന്ന് പറഞ്ഞാൽ അറിയാലോ. എന്താ വിസ്കസ് ബലം? ദ്രാവകത്തിന്റെ ഉപരിതലത്തിലെ തന്മാത്രകൾ, ദ്രാവകത്തിന്റെ ഉപരിതലമല്ല, ദ്രാവകത്തിലെ അല്ലെ ഏതെങ്കിലും ഒരു ലിക്വിഡ് എടുക്കുന്നു. ഈ ലിക്വിഡ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ലെയറുകളായിട്ട്, പാളികളായിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ. അപ്പോ ഈ ദ്രാവക പാളികൾ ഉണ്ടല്ലോ, ഈ ദ്രാവക പാളികൾക്കിടയിൽ ഉണ്ടാകുന്ന കർഷണ ബലത്തെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് വിസ്കസ് ബലം എന്ന് പറയുന്നത് അല്ലെ. വിസ്കസ് ബലം. ദ്രാവക പാളികൾക്കിടയിൽ ഉണ്ടാകുന്ന കർഷണ ബലത്തെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ബലം. അടുത്തത് എന്താണ്? കർഷണ ബലം. അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. എന്താ? അതായത് ഒരു വസ്തു ഒരു പ്രതലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെ, എന്ത് ചെയ്യുന്നു? അതിന്റെ ചലനത്തെ ഒപ്പോസ് ചെയ്യുന്ന, എതിർക്കുന്ന ബലത്തെ വിളിക്കുന്ന പേര് കർഷണ ബലം. എന്താ ഭൂഗുരുത്വ ബലം എന്ന് പറഞ്ഞാൽ? ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് വസ്തുക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട്. ഈ ബലത്തെ വിളിക്കുന്ന പേരാണ് ഭൂഗുരുത്വ ബലം എന്ന് പറയുന്നത് അല്ലെ. ഗുരുത്വാകർഷണ ബലം അറിയാലോ. എന്താ ഗുരുത്വാകർഷണ ബലം? പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട്. ഈ ആകർഷണ ബലത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്
ഒരു ദർപ്പണത്തിൽ 30 ഡിഗ്രി കോണളവിൽ പതിക്കുന്ന പ്രകാശരശ്മി എത്ര ഡിഗ്രിയിൽ പ്രതിപദിക്കും? എത്ര ഡിഗ്രിയിലാ? 30 ഡിഗ്രി. വേണ്ട നോക്കൂ, ഒരു പ്രകാശരശ്മി ഒരു പ്രതലത്തിൽ വന്ന് പതിച്ചു, തിരിച്ചു പോകുന്നു അല്ലേ? യെസ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് പതനരശ്മി. ഇതിനെ വിളിക്കുന്ന പേര് പ്രതിപതനരശ്മി. പതനരശ്മിയും പ്രതിപതനരശ്മിയും കൂട്ടിമുട്ടുന്നിടത്തൂടെ നമ്മളിങ്ങനെ വരയ്ക്കും അല്ലേ? നോർമൽ, മലയാളത്തിൽ ലംബം എന്ന് പറയും. ലംബം വരയ്ക്കും. ഇവിടെ നോക്കൂ, ഇത് പതനരശ്മിയാണ്. പതനരശ്മിയും നോർമലും കൂടി ഉണ്ടാക്കുന്ന കോണിനെ വിളിക്കുന്ന പേരാണ് പതനകോണെന്ന് വിളിക്കും. പ്രതിപതന രശ്മി, അതായത് തട്ടിയിട്ട് തിരിച്ചു പോകുന്ന രശ്മി അല്ലെ? പ്രതിപതന രശ്മിയും നോർമലും തമ്മിലുള്ള കോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് പ്രതിപതന കോൺ എന്ന് പറയും. ഇവിടെ നോക്കൂ, പതന കോണും പ്രതിപതന കോണും എന്തായിരിക്കും? ഇവിടെ എല്ലായ്പ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. ഓക്കെ, ഇതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദർപ്പണം R=2F ആണ്. വക്രധാരം (2F). മറ്റേത് ലെൻസിന്റെ പവർ കാണാനുള്ള ഇക്വേഷൻ ആണ് P=1/F. P=1/F. യൂണിറ്റ് ഡയോപ്റ്റർ ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, കോൺകേവ് ലെൻസ് ആണെങ്കിൽ നെഗറ്റീവ്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: 20 സെന്റിമീറ്റർ, F=20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിന്റെ പവർ കാണുക. ലെൻസിന്റെ പവർ കാണുന്നത് P=1/F ആണ്. യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ പവർ കാണാനുള്ള SI യൂണിറ്റ് ആണ് അല്ലെ? SI യൂണിറ്റ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ് അല്ലെ? നീളത്തിന്റെ SI യൂണിറ്റ് സെന്റിമീറ്റർ ആണോ? അല്ല, മീറ്റർ ആണ്. അപ്പോ നിങ്ങൾ എഫിന്റെ വാല്യൂ എന്താക്കുക? മീറ്റർ ആക്കുക. 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 0.2 മീറ്റർ ആക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ പ്രോബ്ലം ചെയ്യാവൂ. എങ്കിലേ നിങ്ങൾക്ക് ഡയോപ്റ്ററിൽ ആൻസർ കിട്ടത്തുള്ളൂ. ഓപ്ഷനകത്ത് ഡയോപ്റ്ററിലായിരിക്കും ആൻസർ കേട്ടോ. ഡയോപ്റ്ററിലായിരിക്കും. കാരണം ലെൻസിന്റെ പവറിന്റെ SI യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. അതുകൊണ്ട് ഫോക്കസ് ദൂരം എല്ലായ്പ്പോഴും മീറ്ററിൽ തന്നെ ആക്കി ചെയ്യുക. കാരണം SI യൂണിറ്റിൽ ആൻസർ കിട്ടണമെങ്കിൽ SI യൂണിറ്റിൽ തന്നെ ആക്കണം. അപ്പോൾ ഫോക്കസ് ലെങ്ത് തന്നാൽ, ഫോക്കസ് ദൂരം തന്നാൽ അത് മീറ്ററിലാക്കിയിട്ട് ചെയ്താൽ മാത്രമേ ഡയോപ്റ്ററിൽ ആൻസർ കിട്ടൂ. ഓക്കെ, 37 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിൽ ഏതാണ്? എത്രയാണ് ആൻസർ? 98.6. 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ വാല്യൂസ് കാണാതെ അറിയാവുന്ന വാല്യൂസ് ആയിരിക്കും. എല്ലാവരും കാണാതെ പഠിച്ചു വെക്കുന്ന ഒരു വാല്യൂ ആണ് 98.6 എന്ന് പറയുന്നത് അല്ലേ? ചിലപ്പോൾ 37 മനുഷ്യ ശരീരത്തിലെ താപനിലയാണ്. അതിന്റെ ഫാരൻഹീറ്റ് സ്കെയിലൊക്കെ പഠിച്ചു വെക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ആൻസർ എഴുതാം. അതല്ലെങ്കിൽ 37 പകരം 40 50 ഒക്കെ ആണെങ്കിൽ മെനക്കേട്. അതുകൊണ്ട് നിങ്ങൾ വേറെ പല ഇക്വേഷൻസും പഠിച്ചിട്ടുണ്ടാവും. ഇത് വളരെ എളുപ്പമുള്ളൊരു ഇക്വേഷൻ ആണ്. നോക്കിയേ, C/100 F-32/180 K-273/100. ഇവിടെ നിങ്ങൾക്ക് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കാൻ. അപ്പൊ ഇത് വേണ്ട, പോയിട്ട് ആരുണ്ട്? C/100 F-32/180. ഇത്രയും മതി അല്ലേ? സിക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. ഇതിനെ 180 ഇപ്പുറത്ത് കൊണ്ടുവരിക അല്ലേ? അപ്പൊ ആൻസർ എത്ര കിട്ടും? നമുക്ക് നോക്കാം. എന്താ? C/100 F-32/180. നോക്കാം. 180 ഇപ്പുറത്ത് കൊണ്ടുവന്ന C/100 × 180 F-32 എന്ന് കിട്ടും. സിയുടെ വാല്യൂ 37/100 × 180. ഇവിടെ കിടന്ന -32 ഇപ്പുറത്ത് വരുമ്പോൾ +32 F. ഈ സീറോയും ക്യാൻസൽ ചെയ്തു പോവാം. 37/10. സോ 3.7 എന്ന് കിട്ടും. × 18 +32 F എന്ന് കിട്ടും. 3.7 18 കൊണ്ട് ഗുണിക്കണം. മീൻസ് 37 18 കൊണ്ട് ഗുണിച്ച് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പൊ 66.6 +32 F എന്ന് കിട്ടും. 32 കൂട്ടുമ്പോൾ എത്ര? 98.6 എന്ന ആൻസർ കിട്ടും. ഓക്കെ, 98.6. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു നോക്കുക. C/100 F-32/180 K-273/100. ഇനി ഈ ഡിഗ്രി സെൽഷ്യസിനെ നമുക്കൊന്ന് കെൽവിൻ ആക്കി നോക്കാം. എങ്ങനെ കെൽവിൻ ആക്കാം? C/100 K-273/100
എളുപ്പമല്ലേ? സമത്തിന് അപ്പുറം ഇപ്പുറം ഒരുപോലുള്ളവരെ വെട്ടിക്കളഞ്ഞു. C = K - 273. C 37 മൈനസ് 273 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 273 K എന്ന് കിട്ടി. കൂട്ടുമ്പോൾ എത്ര കിട്ടും? K = 310 എന്ന് കിട്ടും. കെൽവിൻ 310 കെൽവിൻ എന്ന് കിട്ടും. യെസ്. അപ്പോൾ നമ്മുടെ ഈക്വേഷൻ നോക്കുക. C/100 = F - 32/180 = K - 273/100. ഓക്കെ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ആ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ നോക്കുക. ഓക്കെ. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിന്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. 2, ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലമാണ് കേട്ടോ. പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. 3ാമത്തെ പ്രസ്താവന, ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടായ ഭാരക്കുറവ് അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. അടുത്തത്, കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിന്റെയും സാന്ദ്രതാ വ്യത്യാസം കൊണ്ടാണ്. ഓക്കെ. നമുക്കതിനു മുമ്പ് ആ പ്രസ്താവനകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ നോക്കാം. നോക്കൂ, എന്താണ് പ്ലവക്ഷമ ബലം? പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒരു ദ്രവത്തിൽ എന്ത് ചെയ്യുന്നു? ഭാഗികമായോ പൂർണ്ണമായോ എന്ത് ചെയ്യുന്നു? മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിനിൽ എന്ത് ചെയ്യുന്നു? മുകളിലേക്കൊരു ബലം എന്ത് ചെയ്യും? പ്രയോഗിക്കും. ഈ ബലത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഒരു വസ്തു ഒരു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിനെ മുകളിലേക്ക് ഉയർത്താൻ ആവശ്യമായ, അല്ലെങ്കിൽ ആ വസ്തുവിൽ മുകളിലേക്ക് ഒരു ഫോഴ്സ് പ്രയോഗിക്കും, ഒരു ബലം പ്രയോഗിക്കും. ആ ബലത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നു. അല്ലെ? പ്ലവക്ഷമ ബലം എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് ആ വസ്തുവിന്റെ വായുവിലെ ഭാരം നോക്കുക. സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ച് ഭാരം കണക്കാക്കാം. വായുവിലെ ഭാരം കിട്ടും. ആ ഭാരത്തെ പിന്നെന്താണ്? ആ ദ്രാവകത്തിൽ മുക്കുക. അപ്പൊ ദ്രാവകത്തിലെയും ഭാരം കിട്ടും. അപ്പോൾ വായുവിലെ ഭാരം മൈനസ് ദ്രാവകത്തിലെ ഭാരം ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കാം? പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. വ്യാപ്തവും ഉണ്ട്, സാന്ദ്രതയുണ്ട്. അല്ലെ? എന്താ വ്യാപ്തം? എങ്ങനെ സ്വാധീനിക്കുന്നു? നോക്കൂ, വ്യാപ്തം കൂടിയാൽ എന്ത് ചെയ്യും? പ്ലവക്ഷമ ബലം കൂടും. വ്യാപ്തം കുറഞ്ഞാലോ? പ്ലവക്ഷമ ബലം കുറയും. അതായത് വ്യാപ്തവും പ്ലവക്ഷമ ബലവും തമ്മിൽ എന്താ? നേരനുപാതത്തിലായിരിക്കും. അതുപോലെ തന്നെ സാന്ദ്രതയും പ്ലവക്ഷമ ബലവും തമ്മിലും നേരനുപാതത്തിലാണ്. മീൻസ് സാന്ദ്രത, ആ ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച്, ഇവിടെ നിങ്ങൾ നോക്കുക, വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താ? വസ്തു ഉണ്ടല്ലോ, മുങ്ങിയിരിക്കുന്ന വസ്തു, ആ വസ്തുവിന്റെ വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് പ്ലവക്ഷമ ബലം കൂടുകയും വ്യാപ്തം കുറയുന്നതിനനുസരിച്ച് പ്ലവക്ഷമ ബലം കുറയുകയും ചെയ്യും. ഇനി സാന്ദ്രത എന്താണെന്ന് ചോദിച്ചാൽ, ഇവനെ കൊണ്ടിടുന്ന, അതായത് വസ്തു മുങ്ങിയിരിക്കുന്ന ദ്രവമുണ്ടല്ലോ, ആ ദ്രവത്തിന്റെ സാന്ദ്രത കൂടിയാൽ പ്ലവക്ഷമ ബലം കൂടുകയും സാന്ദ്രത കുറഞ്ഞാൽ പ്ലവക്ഷമ ബലം കുറയുകയും ചെയ്യും. വസ്തുവിന്റെ സാന്ദ്രതയല്ല കേട്ടോ, വസ്തുവിന്റെ അല്ല. ആരുടെ സാന്ദ്രതയാ? ദ്രവത്തിന്റെ സാന്ദ്രത. നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിക്കൂ. പ്ലവക്ഷമ ബലവും പിന്നെ സാന്ദ്രതയും തമ്മിൽ എങ്ങനെയാ ബന്ധമെന്ന് ചോദിച്ചാൽ, പ്ലവക്ഷമ ബലം കൂടിയാൽ സാന്ദ്രത കൂടുകയും പ്ലവക്ഷമ ബലം കുറഞ്ഞാൽ സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് വ്യാപ്തവും. വ്യാപ്തം കൂടിയാൽ പ്ലവക്ഷമ ബലം കൂടുകയും വ്യാപ്തം കുറഞ്ഞാൽ പ്ലവക്ഷമ ബലം കുറയുകയും ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ്, ഇനി ആർക്കിമിഡീസ് തത്വം. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അല്ലെ? ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തു വെച്ചു. അല്ലേ? ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തു വെച്ചിട്ട് ഒരു കല്ലെടുത്ത് അതിനകത്തിട്ടു. കുറച്ച് വെള്ളം വെളിയിൽ പോയി. അല്ലേ? ആ വെളിയിൽ പോയ വെള്ളത്തിന്റെ ഭാരമുണ്ടല്ലോ, ആ ഭാരവും ആ കൊണ്ടിട്ട കല്ലിൽ ആ ദ്രവം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം ഉണ്ടല്ലോ, ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും എന്തായിരിക്കും?
എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ആരെന്ന് പറയുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കിമിഡീസ് തത്വം അറിയാമല്ലോ എന്താണ്? ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇത് പറയുന്ന തത്വമാണ് ആരെന്ന് പറയുന്നത്? ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ പ്രസ്താവനകളൊന്ന് നോക്കാം. ആ പ്രസ്താവനകളിൽ ഒന്നാമത്തത് എന്താ? ഒരു ദ്രാവകത്തിൽ ഒരു വസ്തു അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിന്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. തെറ്റല്ലേ? ഈ പ്രസ്താവന തെറ്റല്ലേ? ഈ പ്രസ്താവന തെറ്റാ. കാരണം എന്താ? സാന്ദ്രതയെ മാത്രമാണോ? അല്ല, സാന്ദ്രതയും വ്യാപ്തത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അത് രണ്ടുമാണ് ശരി. അപ്പോ ഇവിടെ സാന്ദ്രത എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ അത് തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. യെസ്, കറക്റ്റാ. കാരണം ഇതൊരു തത്വമാണല്ലേ. ഈ തത്വത്തെ വിളിക്കുന്ന പേരെന്താ? ആർക്കിമിഡീസ് തത്വം, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് ഇതല്ലേ. കാരണം ആർക്കിമിഡീസ് പറഞ്ഞു, ഒരു ബക്കറ്റ് നിറച്ച് നിങ്ങൾ വെള്ളം എടുത്തു, ഒരു പാത്രം നിറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു കല്ല് കൊണ്ടിടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം വെളിയിൽ പോകും. ആ വെളിയിൽ പോകുന്ന വെള്ളത്തിന്റെ ഭാരവും ആ കൊണ്ടിട്ട കല്ലിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആർക്കിമിഡീസ് തത്വം അല്ലെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അത് ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഒരു കല്ല് ജലത്തിൽ മുങ്ങി ഇരിക്കുമ്പോൾ കല്ലിനുണ്ടായ ഭാരക്കുറവ് അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. അതും കറക്റ്റാ. കാരണം എന്താ? പ്ലവക്ഷമ ബലം കാണുന്ന ഇക്വേഷൻ എന്താ? വായുവിലെ ഭാരം മൈനസ് ദ്രാവകത്തിലെ ഭാരം. അതായത് ഒരു കല്ലിനെ വായുവിൽ വെയിറ്റ് നോക്കിയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ടും വെയിറ്റ് നോക്കും. അപ്പൊ അത് തമ്മിലുള്ള ഭാരക്കുറവ്, ഡിഫറൻസ്, അതിനെയാണല്ലോ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പ്രസ്താവനയും ശരിയാണ്. നാലാമത്തെ പ്രസ്താവന, കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നു. കടൽ ജലത്തിന്റെയും സാന്ദ്രത വ്യത്യാസം കൊണ്ടാണ് അല്ലേ? കറക്റ്റാ. കാരണം കടൽ ജലത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് കടൽ ജലത്തിൽ മുങ്ങിയ വസ്തു, കപ്പലല്ലേ, കപ്പലിനെ മുകളിലോട്ട് ഉയർത്തും. സാന്ദ്രത കൂടുതൽ, പിന്നെ പ്ലവക്ഷമ ബലം കൂടുതലായിരിക്കും അല്ലെ. നേരെ മറിച്ച് കരയിൽ ശുദ്ധജലത്തിലോട്ട് കയറുന്ന സമയത്ത് കടൽ ജലത്തെ അപേക്ഷിച്ച് ശുദ്ധജലത്തിന് എന്ത് കുറവാ? സാന്ദ്രത കുറവാണല്ലേ. സാന്ദ്രത കുറവായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? മുങ്ങി കുറച്ചും കൂടെ താഴുന്നു അല്ലേ. അപ്പൊ സാന്ദ്രത വ്യത്യാസം കൊണ്ട്, സാന്ദ്രത കൂടുതൽ കടൽ ജലത്തിനായതുകൊണ്ട് കപ്പൽ ഉയരും. സാന്ദ്രത കുറവ് ശുദ്ധജലത്തിനായതുകൊണ്ട് കപ്പൽ എന്ത് ചെയ്യുന്നു? താഴുന്നു. സാന്ദ്രത അറിയാമല്ലോ. കടൽ ജലത്തിന്റെ ശുദ്ധജലത്തിന്റെ സാന്ദ്രത എത്രയാ? 1000 ആണ് കേട്ടോ. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ശുദ്ധജലത്തിന്റെ സാന്ദ്രത. ഓക്കെ, ഉപ്പുവെള്ളത്തിന്റെ എത്രയാ? ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്തിന്റെയാ? അടുത്ത മണ്ണെണ്ണയുടെ എത്രയാ? പുസ്തകത്തിലുള്ളതാണ് മണ്ണെണ്ണ. 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. സമുദ്രജലത്തിന്റെ എത്രയാ? സമുദ്രത്തിൽ ഉപ്പുവെള്ളമാണെങ്കിലും സമുദ്രജലത്തിന്റെ എത്രയാ? 1030 ആണ് കേട്ടോ. 1030 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. NCERT കിടപ്പുണ്ട് കേട്ടോ. 1030 1030. സമുദ്രജലത്തിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1030 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. NCERT ഉള്ളതാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഈ പ്രസ്താവനകളിൽ ആരാണ് ശരി? 2 ശരിയാ, 3 ശരിയാ, 4 ശരിയാ, ഒരെണ്ണം മാത്രം തെറ്റ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റ്, ബാക്കി 3 എന്ത് തന്നെയാണ്? ശരിയാണ്. ഓക്കെ, പ്ലവക്ഷമ ബലം. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്തത് എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറി ഈ സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. നോക്കൂ, u = 0. കാരണം എന്താ? നിശ്ചലാവസ്ഥയിൽ നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ u 0 ആണ് അല്ലേ. u 0. യെസ്, ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയി.
ടി 5 വി എത്രയാ 30 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സമയം കൊണ്ട് ലോറി സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. ദൂരം കണക്കാക്കാൻ s=ut+12at² ഉപയോഗിക്കാം അല്ലേ? യെസ്, യു ഉണ്ട്, ടി ഉണ്ടോ? ഉണ്ട്, 5 പ്ലസ് ഹാഫ്. എ ഇല്ല. എ കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? a = v - u/t. v എത്രയാ 30, u എത്രയാ 0. അപ്പോൾ 30 - 0 ഡിവൈഡഡ് ബൈ ടൈം 5 സെക്കൻഡ് ആണ് 5. അപ്പോൾ 30/5 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എ കിട്ടി. അതുകൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ? അപ്പോൾ 6 സ്ക്വയർ ഇല്ല കേട്ടോ, 6 ഉള്ളൂ. 6 × 5 × 80 ആണ്. അപ്പോൾ t² ആണ്. അപ്പോൾ 5ന്റെ സ്ക്വയർ നോക്കൂ, 0 ഗുണം ഇത്, ഈ ടൈം 0 ആയി പോയി. 2ഉം 6ഉം കൂടെ വെട്ടി 3 കിട്ടി. 5ന്റെ സ്ക്വയർ 25. 25 ഗുണം 3 75 മീറ്റർ, 75 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, യെസ്. ഈ യു 0 കിട്ടിയത് അറിയാമല്ലോ, നമ്മൾ നേരത്തെ കണക്കിൽ അത് പറഞ്ഞു. അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനാവസ്ഥ എന്ന് പറഞ്ഞാൽ യു എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ശ്രദ്ധിച്ചോളൂ. 15 സെന്റിമീറ്റർ വക്രത ആരമുള്ള കോൺകേവ് ദർപ്പണത്തിന്റെ മുന്നിൽ 15 സെന്റിമീറ്റർ വക്രത ആരമുള്ള കോൺകേവ് ദർപ്പണത്തിന്റെ മുന്നിൽ എന്ത് സംഭവിക്കുന്നു? മുന്നിൽ 10 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നു. പ്രതിബിംബത്തിന്റെ സ്ഥാനം, ആവർധനം, സ്വഭാവം എന്നിവ കണ്ടുപിടിക്കുക. ഓക്കെ, നോക്കൂ, ദർപ്പണ സമവാക്യം ആദ്യം അറിഞ്ഞിരിക്കണം ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ. ദർപ്പണ സമവാക്യം എന്താ? 1/f = 1/u + 1/v. എഫ് എന്താ? ഫോക്കസ് ദൂരമാണ്. യു ദർപ്പണവും വസ്തുവും തമ്മിലുള്ള അകലം. വി എന്താ? ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലമാണ് വി എന്ന് പറയുന്നത് അല്ലേ? എസ്, താണ്ട നോക്കൂ, ഇതൊരു ദർപ്പണമാണെന്ന് ഇരിക്കട്ടെ. ഇതെന്താ? ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റും ദർപ്പണവും തമ്മിലുള്ള അകലം യു. ഇത് പ്രതിബിംബമാണെന്നിരിക്കട്ടെ, ഇമേജ്. ഈ അകലമാണ് ആരെന്ന് പറയുന്നത്? വി എന്ന് പറയുന്നത് അല്ലേ? യെസ്, ഇത് എഫ് ആണെന്ന് വിചാരിക്കാം, മുഖ്യ ഫോക്കസ്. ഇത് സി യു ആണെന്ന് വിചാരിക്കാം. യെസ്, ഈ ഡിസ്റ്റൻസ് ആണ് ആരെന്ന് പറയുന്നത്? സ്മാൾ എഫ് എന്ന് പറയുന്നത് അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ മനസ്സിലാക്കുക? ദർപ്പണ സമവാക്യം 1/f = 1/u + 1/v. അപ്പോൾ എഫ് എന്താണ്? ഫോക്കസ് ദൂരം. യു വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലം. പിന്നെ വി എന്താണ്? ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് അടുത്തത്? ആവർധനം എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് ആവർധനം? ഈ പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള ആനുപാതിക സംഖ്യയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആവർധനം എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? എന്താണ്? പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള ആനുപാതിക സംഖ്യയാണ് ആവർധനം. മാത്രമല്ല, ആവർത്തനം കാണാനുള്ള ഇക്വേഷൻ ആണ് പ്രതിബിംബത്തിന്റെ ഉയരം ഡിവൈഡഡ് ബൈ വസ്തുവിന്റെ ഉയരം. അപ്പോൾ HI ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ HO ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന ഉദ്ദേശിച്ചത്. അപ്പോൾ M = HI/HO എന്ന് എഴുതാം. അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. M എന്താണ്? M V V/u. M V/u എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടിയുണ്ട് കേട്ടോ. വി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ വി? വി എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം. യു എന്താ? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലം. മൈനസ് ഉണ്ട് കേട്ടോ. M - V/u. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇത് ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുണ്ട്. എന്താ? ആവർത്തനം ഒരു ആനുപാതിക സംഖ്യ ആയതുകൊണ്ട് ആവർത്തനത്തിൽ എന്തില്ല? യൂണിറ്റ് ഇല്ല കേട്ടോ. ആവർത്തനം ഒരു ആനുപാതിക സംഖ്യ ആയതുകൊണ്ട് ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല. ഇതൊരു ആനുപാതിക സംഖ്യ ആയതിനാൽ ഇതിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഇത് കൂടാതെ നിങ്ങളിപ്പം മാഗ്നിഫിക്കേഷൻ, അതായത് ആവർത്തനം കണ്ടുപിടിക്കുന്നു. ആവർത്തനം കണ്ടുപിടിച്ചാൽ എമ്മിന്റെ വാല്യൂ നിങ്ങൾക്ക് 1 കിട്ടി എന്ന് വിചാരിക്കുക. എമ്മിന്റെ വാല്യൂ 1 കിട്ടിയാൽ ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എമ്മിന്റെ വാല്യൂ 1 കിട്ടിയാൽ ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും, അതായത് പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി എമ്മിന്റെ വാല്യൂ നിങ്ങൾക്ക് 1നേക്കാൾ ചെറുതാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. എമ്മിന്റെ വാല്യൂ 1നേക്കാൾ ചെറുതാണ് കിട്ടുന്നതെങ്കിൽ, എമ്മിന്റെ വാല്യൂ 1നേക്കാൾ ചെറുതാണ് കിട്ടുന്നതെങ്കിൽ പ്രതിബിംബത്തിന്റെ ഉയരം ചെറുത്, അതായത് വസ്തുവിന്റെ ഉയരത്തേക്കാൾ അല്ലെങ്കിൽ വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. ഇനി എമ്മിന്റെ വാല്യൂ 1നേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. എമ്മിന്റെ വാല്യൂ 1നേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ എന്താണ്? പ്രതിബിംബത്തിന്റെ ഉയരം വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം കിട്ടും കേട്ടോ. പ്രതിബിംബത്തിന്റെ ഉയരം കൂടുതലായിരിക്കും.
ഓക്കെ, ഇനി മാത്രമല്ല നിങ്ങൾ ഈ മാഗ്നിഫിക്കേഷൻ ആവർധനം കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് m=3 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് ഒന്നിനേക്കാൾ വലുതായപ്പോൾ വലിയ പ്രതിബിംബം, പക്ഷേ പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഇത് മിഥ്യയാണ്, പിന്നെ എന്താണ്, നിവർന്നതാണ്. നേരെ മറിച്ച് m=-3 എന്ന് കിട്ടി. -3 എന്ന് കിട്ടുമ്പോൾ ഇത് ഒന്നിനേക്കാൾ ചെറുതാണെന്ന് വിചാരിക്കരുത്, ഇത് ഒന്നിനേക്കാൾ വലുതാണ്. നിങ്ങൾ 3 മാത്രം എടുത്താൽ മതി, സംഖ്യ മാത്രം എടുത്ത് ഒന്നിനേക്കാൾ വലുത്, വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം. പക്ഷെ കിട്ടിയത് എന്താ, മൈനസാ. നെഗറ്റീവ് വന്നാൽ എന്താ, യഥാർത്ഥമാണ്, തലകീഴായതാണ്. അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും വസ്തു മിഥ്യയാണോ യഥാർത്ഥമാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. m ഈസ് പോസിറ്റീവ് ആണെങ്കിൽ മിഥ്യ, m ഈസ് നെഗറ്റീവ് ആണെങ്കിൽ എന്താ, യഥാർത്ഥ പ്രതിബിംബമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ?